കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കാരുണ്യലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കാരുണ്യലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കൃഷ്ണ ഗോവിന്ദ ഹരി ഹരി കൃഷ്ണ ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഹരി കൃഷ്ണ ഗോപാല പൂതന എന്നൊരു രാക്ഷസി പിന്നെയോ ചാടായി വന്നോര കംസന്റെ ഭൃത്യൻ കാറ്റിന്റെ രൂപത്തിൽ വന്നോര സുരൻ കാലപുരിയിലേക്കോടിച്ചു വിട്ടോർ കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കാരുണ്യലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ മണ്ണു തിന്നുണ്ണിയായി അമ്മ തൻ മുന്നിലായി വായും തുറന്നങ്ങു നിന്നോരാ നേരത്ത് അമ്മ പേടിച്ചതും അമ്മുണ്ണി അന്നേരം അമ്മിഞ്ഞ നൽകമ്മേ എന്നു പറഞ്ഞത് കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ തൈരു കലക്കുന്നൊരമ്മതൻ പിന്നില കൈവല്യദായകൻ വന്നു കളിച്ചതും കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല മൺകലം പൊട്ടിച്ചു ഓടിയൊളിച്ചതും കണ്ണൻ്റെ ലീല കണ്ണൻ്റെ ലീല മാതാവിൻ മുന്നിലായി പേടിച്ചു നിന്നതു കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല തൈരു കലക്കുന്നൊരമ്മതൻ പിന്നിലായി കൈവല്യദായകൻ വന്നു കളിച്ചത് മൺകലം പൊട്ടിച്ചു ഓടിയൊളിച്ചത് മാതാവിൻ മുന്നിലായി ഓടിച്ചു നിന്നത് കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കാരുണ്യലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ അമ്മയുരലില ഉണ്ണിയെ കെട്ടിയത് ആനന്ദരൂപനോ കൂട്ടരോടൊന്നിച്ച് ആനയെ പോലെ വേഷമണിഞ്ഞതും കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല അമ്മയുരലില ഉണ്ണിയെ കെട്ടിയതും ആനന്ദരൂപനോ കൂട്ടരോടൊന്നിച്ചു ആനയെ പോലെ വേഷമണിഞ്ഞതും അന്നേരം രാമേട്ടൻ കണ്ടു ചിരിച്ചത് കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ കാട്ടിലെ പുൽമെട്ടിൽ ഓടിക്കളിച്ചൊരു കണ്ണൻ്റെ ലീല കാലിയെ മെച്ചതും വംശി വിളിച്ചതും കണ്ണൻ്റെ ലീല കേകിയെ പോലവേ നർത്തനമാടിയ കണ്ണൻ്റെ ലീല കേൾക്കുന്നോർക്കൊക്കെയും കൗതുകമേറുന്ന കണ്ണൻ്റെ ലീല കണ്ണൻ്റെ ലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കാരുണ്യലീല കരിമുകിൽ വർണ്ണൻ്റെ ലീല കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ
കൊക്കിനെ കൊന്നതു കണ്ണൻ്റെ ലീല, പാമ്പിനെ കൊന്നതും കണ്ണൻ്റെ ലീല, പയ്യനെ കൊന്നതും കണ്ണൻ്റെ ലീല, പയ്യനെ മെച്ചതും കണ്ണൻ്റെ ലീല. കൊക്കിനെ കൊന്നതും പാമ്പിനെ കൊന്നതും പയ്യനെ കൊന്നതും പയ്യനെ മെച്ചതും ബ്രഹ്മനെ തന്നൂടെ പാദത്തിൽ വിത്തിയതും കാളിയപ്പത്തിയിൽ നൃത്തം ചവിട്ടിയതും കണ്ണൻ്റെ ലീല, കരിമുകിൽ വർണ്ണൻ്റെ ലീല, കാരുണ്യലീല, കരിമുകിൽ വർണ്ണൻ്റെ ലീല. കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ, കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ. അഗ്നി കുടിച്ചതു കണ്ണൻ്റെ ലീല, വസ്ത്രം കവർന്നതും കണ്ണൻ്റെ ലീല, അദ്രിയുയർത്തിയതും കണ്ണൻ്റെ ലീല, ഗോവിന്ദനായതും കണ്ണൻ്റെ ലീല. അഗ്നി കുടിച്ചതും വസ്ത്രം കവർന്നതും അദ്രിയുയർത്തിയതും ശക്രൻ സ്തുതിച്ചതും ഗോവിന്ദനായതും ഗോപികമാരൊത്തു ദാസം നടത്തിയിടും ഭക്തി പകർന്ന കണ്ണൻ്റെ ലീല, കരിമുകിൽ വർണ്ണൻ്റെ ലീല, കണ്ണൻ്റെ ലീല, കരിമുകിൽ വർണ്ണൻ്റെ ലീല. കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ, 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 കൃഷ്ണ മുകുന്ദ ഹരി ഹരി കൃഷ്ണ മുരാരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കണ്ണൻ്റെ ലീലകൾ കണ്ണിൽ നിറയുവാൻ കണ്ണൻ്റെ കാരുണ്യ കണ്ണിണ മാത്രമേ. ഭഗവാന്റെ ആ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഭഗവത് കഥകൾ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതിൽ താല്പര്യം ഉണ്ടാവുക, അതിൽ ശ്രദ്ധയുണ്ടാവുക. നവങ്ങളായിരിക്കുന്ന നാരായണൻ്റെ നരനായിട്ടുള്ള ലീലകൾ, അതാണ് ബാലലീല മുതൽ രാസലീല വരെ നമ്മൾ 30 അധ്യായങ്ങളിലൂടെ ഇന്ന് പ്രഭാതം മുതൽ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. മധുരമനോഹരങ്ങളായ മണിവർണ്ണ ലീലകൾ, അത് പൂതനാമോക്ഷം മുതൽ ഒരു സ്ത്രീയെ നിഗ്രഹാനുഗ്രഹം നൽകി അനുഗ്രഹിച്ച ഭഗവാൻ അതേപോലെ തന്നെ നിരവധി സ്ത്രീകൾക്ക് രാസം പകർന്ന് അവരെ മുഴുവൻ അനുഗ്രഹിച്ചതായിട്ടുള്ള കഥ. ഇതാണ് രാസലീല എന്നുള്ളത്. രാസലീലയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നു. പലപ്പോഴും കൃഷ്ണനെയും രാസലീലയെയും ഭഗവാന്റെ വിവിധങ്ങളായിട്ടുള്ള ഈ തരത്തിലുള്ള കളികളെയും ഒന്നും വേണ്ട പോലെ മനസ്സിലാക്കിയ ആളുകളല്ല ഭക്തന്മാരെന്ന് അഭിമാനിക്കുന്നവർ പോലും. അഭിമാനമല്ല, സത്യത്തിൽ അഹങ്കാരമാണ്. ഇപ്പോൾ കുറച്ച് മോശമായ പെരുമാറ്റമുള്ള ആളെ പോലും നമ്മൾ കൃഷ്ണൻ എന്ന് വിളിക്കും. അയാളുടെ സ്വഭാവം അങ്ങനെയാണെന്നാണ്. കൃഷ്ണൻ ആരാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. രാസലീല വെറും കാമലീലയായി കരുതുന്നവരോട് ഭാഗവതം ഉറപ്പിച്ചു പറയുന്നു,
ഇത് കാമലീലയല്ല, കാമദേവനെ പോലും തോൽപ്പിച്ച കാമോപമനായ കാർമേഘവർണ്ണൻ്റെ കാരുണ്യത്തിൻ്റെ ലീലയാണ്. കണ്ണൻ്റെ ലീല കേവലം കാമൻ്റെ ലീലയല്ല, മറിച്ച് രാമസഹോദരൻ കാമനെ പോലും തോൽപ്പിച്ചതായിട്ടുള്ള ലീലയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ മദനമോഹനനായി മാറിയത്. മദനനെ പോലും മോഹിപ്പിച്ചു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ മദനമോഹനനായി. അങ്ങനെയുള്ള ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ലീല. ഇവിടെ ഗോപികമാരാകുന്ന നദികൾ ഭഗവാനാകുന്ന കരുണാസമുദ്രത്തിലേക്ക് ഒഴുകിയെത്തി എന്നാണ്. അങ്ങനെ ഒഴുകിയെത്തുമ്പോഴോ സമുദ്രത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത് വരെ അവർക്ക് ഓരോ നദികൾക്കും പേരുണ്ട്. ഗംഗയെന്നും യമുനയെന്നും. അങ്ങനെ ആ ഗോപികമാരാകുന്ന ഭക്തി നദികൾ എല്ലാം മറന്ന് സകല തടസ്സങ്ങളെയും മാറ്റി ഭഗവാനിലേക്ക് ഒഴുകിയെത്തുന്നു. ഒഴുകിയെത്തുന്നത് വരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രൂപമുണ്ട്, ഭാവമുണ്ട്, നാമമുണ്ട്. എന്നാൽ ഭഗവാനിലേക്ക് എത്തിക്കഴിഞ്ഞാലോ പിന്നെ അതൊന്നുമില്ല. ഏക ഭഗവാൻ മാത്രം, ഒരേ ഒരു സത്യം മാത്രം. ആ സത്യത്തിലേക്കുള്ള യാത്രയാണ് ഗോപികമാർ നടത്തിയത്. അവർക്ക് ആദ്യം ഭഗവാനോട് കാമമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഭഗവാനോടുള്ള കാമം പോലും പ്രേമമായിട്ട് തീരും എന്നാണിത് കാണിക്കുന്നത്. ഭഗവാന് ഒരാളോടും കാമമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ കാമോപമൻ ആയി മാറിയത്, കാമനെ പോലും തോൽപ്പിച്ചവനായി മാറിയത്. ആത്മാരാമോപ്യരീരമൽ എന്നാണ് പറയുന്നത്. ആത്മാരാമനായിരിക്കുന്ന ഭഗവാൻ, താനെന്നും തൻ്റേതെന്നും ഇല്ലാത്ത എല്ലാം ആ ഭഗവത് ചൈതന്യം തന്നെ, അല്ലെങ്കിൽ മറ്റൊരുവൻ എന്ന ചിന്തയില്ലാത്ത ഭഗവാന് ഗോപികമാരും താൻ തന്നെ. വലിയൊരു സമുദ്രത്തിൽ നിരവധി തിരമാലകളുണ്ട്. ആ തിരമാലകളൊക്കെ സമുദ്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതുപോലെ ഓരോ ഗോപികമാരും, കോടി കോടി യൂഥം ഗോപികമാർ ആ ഭഗവാനോട് ചേർന്ന കഥ. ഇതാണ് ഈ രാസലീല എന്നുള്ളത്. രാസലീല ഭാഗവതത്തിൻ്റെ സാരലീലയാണ്. ഓരോരുത്തരും ഭഗവാനിലേക്ക് എത്തിച്ചേരുക. ദശമസ്കന്ധം തന്നെ അങ്ങനെയാണ്. നിരോധം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നതാണ്. ഗോപികമാര് കാമത്തിലൂടെ തുടങ്ങി പ്രേമത്തിലൂടെ എത്തിച്ചേർന്നു. കംസൻ ഭയത്തിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. മറ്റു ചില ആളുകൾ, ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരൊക്കെ ഭഗവാനെ കൊല്ലാൻ ഉദ്ദേശിച്ചും കൊണ്ട് ദ്വേഷഭാവത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അവർക്കും ഭഗവാൻ മോക്ഷം കൊടുത്തു. ലയമാണ് നിരോധം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ. ഭഗവാനിലേക്ക് ലയിക്കുക, ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, ഭഗവാനിലേക്ക് അലിയാൻ ശ്രമിക്കുക. ആ ഒരു അറിവാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ്. അതുകൊണ്ട് ഇവിടെ കാമദേവനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ തോൽപ്പിച്ചു. എങ്കിൽ രാമാവതാര കാലത്ത് പോലും രാമൻ്റെ കണ്ണുകളിൽ കണ്ണീർത്തുള്ളികൾ വീഴ്ത്താൻ എനിക്ക് സാധിച്ചു, സീതയോടുള്ള ആ സ്നേഹം കാരണം എന്നൊക്കെയാണ് കാമദേവൻ ധരിച്ചു വശായിട്ടുള്ളത്. ഭഗവാന്റെ ലീലയുടെ മാധുര്യം കാമദേവനും അറിയാൻ സാധിക്കില്ല, കാമമുള്ളിലുള്ള ആർക്കും അറിയാൻ സാധിക്കില്ല. മറിച്ച് അവിടെ പ്രേമം വേണം, നിഷ്കാമമായ പ്രേമം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ ഈ കാമദേവൻ തൻ്റെ 5 ശരങ്ങളെ തയ്യാറാക്കി ഭഗവാന് നേരെ, ഗോപികമാരാകുന്ന സ്ത്രീകളും ഭഗവാനാകുന്ന പുരുഷനും ചേർന്ന് ആ നൃത്തം ചെയ്യാൻ പോണു എന്ന് മനസ്സിലായപ്പോൾ അവിടെ തനിക്ക് വലിയ സ്ഥാനമുണ്ടെന്ന് കരുതി ചെന്നതാണ് കാമദേവൻ. എന്നാൽ കാമദേവൻ ആ ലക്ഷ്യം നോക്കി അമ്പയക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് നോക്കിയതോടുകൂടി കാമദേവൻ മോഹാലസ്യപ്പെട്ടു വീണു. ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് ബ്രഹ്മാവിനോട് പറയുക, എനിക്ക് എന്തിനാണിങ്ങനെ ഒരു പുരുഷൻ്റെ ശരീരം തന്നത്, അവർ ഗോപികയാക്കൂ എന്നെ, ഞാൻ അവിടെ പോയി നൃത്തം വയ്ക്കട്ടെ എന്ന് പോലും കാമദേവൻ ആ ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു അത്രേ. എന്തിന്? കാമാരിയായ മഹാദേവൻ പോലും ഗോപികയായി ഭഗവാനോടൊപ്പം ചേർന്ന് നൃത്തം വെച്ചു എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് വടക്കൻ ഭാരതത്തിൽ വൃന്ദാവനത്തിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ ഗോപികേശ്വർ എന്നൊരു ക്ഷേത്രം തന്നെയുണ്ട്. മഹാദേവനാണ് അവിടെ പ്രതിഷ്ഠ. ഉച്ചവരെ മഹാദേവനായിട്ട്, വൈകുന്നേരം ആകുമ്പോഴേക്കും ഭഗവാന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറും. നല്ല പട്ടുചേലയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി, അപ്പോൾ മഹാദേവൻ പോലും പാർവതിയെ പോലെ അതിസുന്ദരിയായി ഒരു മോഹിനിയായി, ആ മോഹിനീകാന്തൻ പോലും മോഹിനിയായി മോഹനസ്വരൂപനായ ഭഗവാനിൽ മോഹമുദിച്ചു ചെന്നു എന്നാണ്. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് രാസലീല, ഭാഗവതത്തിൻ്റെ സാരലീല. ആ സാരലീലയിലേക്ക് ഗോപികമാര് ഭഗവാന്റെ കളികൾ കണ്ട് കണ്ട് കണ്ട്
ആ ലീലകൾ ആസ്വദിച്ച് അറിയാതെ ഈ നിലയിലേക്ക് എത്തിയ ആളുകളാണ്. അതുകൊണ്ട് അവർ പറയുന്നു, തവ കഥാമൃതം തപ്ത ജീവനം. ദുഃഖിക്കുന്നവരുടെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുന്നതാണ് അവിടുത്തെ കഥകൾ, അവിടുത്തെ ലീലകൾ. അത് കേട്ട് ഞങ്ങൾക്ക് എന്തു മനസ്സിലായി? നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഭഗവാനെ അവിടുന്ന് കേവലം യശോദയുടെയോ നന്ദഗോപരുടെയോ പുത്രൻ മാത്രമല്ല, മറിച്ച് അവിടുന്ന് ഈ ലോകത്തിൽ സകല ചരാചരങ്ങളിലും മിന്നി നിൽക്കുന്ന ചൈതന്യമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഞങ്ങളുടെ ഉള്ളിലൊരു അഹങ്കാരം വന്നപ്പോൾ അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയത് ഒട്ടും ശരിയായില്ല. ഗോപികമാർ പറഞ്ഞു, കാരണം ഞങ്ങളുടെ ഉള്ളിലെ അഹങ്കാരത്തെ തീർക്കാൻ അവിടുത്തേക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കാളിന്തിയുടെ തീരത്ത് കാളിയൻ്റെ വിഷപ്പുകയേറ്റ് കാളിന്തിയിലെ ജലം കുടിച്ച് മരിച്ചു വീണ ഗോപന്മാരെ ഈക്ഷയ അമൃതവർഷിണിയായൊരു നോട്ടം കൊണ്ട് ജീവിപ്പിക്കാൻ അവിടുത്തേക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവിടുന്ന് ഒന്ന് നോക്കിയാൽ, അവിടുന്ന് ഒന്ന് പുഞ്ചിരിച്ചാൽ, വേണ്ട അവിടുന്ന് ഒന്ന് വിചാരിച്ചാൽ മതി, ഞങ്ങളുടെ അഹങ്കാരം തീരും. ശരിയാണ്, ഞങ്ങൾക്ക് അഹങ്കാരം ഉണ്ടായി, അങ്ങ് ഞങ്ങൾക്ക് സ്വന്തമാണെന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ അങ്ങയോടുകൂടി നൃത്തം വെച്ചപ്പോൾ ഞങ്ങൾ അറിയാതെ അഹങ്കരിച്ചു പോയി. ഭഗവാനെ, അലങ്കാരസ്വരൂപനായ അവിടുത്തെ ആ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഗോപികമാര് ഭഗവാനെ അന്വേഷിച്ചു നടന്നു. കണ്ടുവോ നിങ്ങളെങ്ങാനും കൊണ്ടൽ മണിവർണ്ണനെ? എവിടെങ്കിലും കണ്ടുവോ എന്നാണ് ചോദിക്കുന്നത്. സകല ആളുകളോടും ഗോപികമാർ ചോദിക്കണു, കണ്ണനെ കണ്ടുവോ? നമുക്ക് ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. എത്രയോ കാലം ഇനിയും വേണ്ടി വരും. എല്ലാത്തിനോടും, പൂവിനോടും പൂക്കളോടും പുഴകളോടും മരത്തിനോടും എന്ന് വേണ്ട സകല ചരാചരങ്ങളോടും ഗോപികമാർക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, കണ്ടുവോ നിങ്ങളെങ്ങാനും? കണ്ടുവോ നിങ്ങൾ ഞങ്ങളുടെ കണ്ണനെ? ഇതിലൂടെ പോണ കണ്ടുവോ? കച്ചി തുളസി കല്യാണി ഗോവിന്ദ ചരണപ്രിയേ. ആ ഭഗവാന്റെ പാദത്തിൽ ചേർന്ന് കിടക്കുന്ന തുളസി നീ കണ്ടുവോ? മംഗളസ്വരൂപിണിയായിരിക്കുന്ന തുളസി നീ കണ്ടുവോ ഞങ്ങളുടെ ഭഗവാനെ? എവിടെയെങ്കിലും ഭൂമിദേവിയോട് ചോദിച്ചു. ദേവി വല്ലാതെ രോമാഞ്ചണിഞ്ഞിട്ടുണ്ടല്ലോ. ദേവിയുടെ ആ നെഞ്ചകത്തിൽ ആ ഭഗവാൻ തൻ്റെ തൃപ്പാദങ്ങൾ വെച്ച് ഇതിലൂടെ കടന്നുപോയോ എന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ കണ്ടു അവർ രണ്ട് പാദത്തിൻ്റെ അടയാളങ്ങൾ. രണ്ടുപേരും ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട്. ഒന്ന് ആ ഭഗവാന്റെ പാദങ്ങളാണ്, മറ്റതൊരു സ്ത്രീയുടെ പാദങ്ങളാണ്. അതാരായിരിക്കും? ആ ഭഗവാൻ ഇത്രയും പ്രിയപ്പെട്ട ആരാധിക. അന്വേഷിച്ചപ്പോൾ പട്ടേരിപ്പാട് കണ്ടെത്തി, ആരാധിക ആ രാധികയാണെന്ന് കണ്ടെത്തിയെന്നാണ്. പട്ടേരിപ്പാട് പറയാണ്, ആ രാധികയുടെ, ആ രാധാദേവിയുടെ കൂടെ ഭഗവാൻ പോയി. രാധയ്ക്കും അഹങ്കാരം ഉണ്ടായപ്പോൾ ഭഗവാൻ അവിടുന്ന് പോയി. എന്നിട്ടോ അവിടെ ആ രാധയും ഗോപികമാരും കൂടി ഭക്തിയുടെ ഒരു ധാര തീർത്തു. അവിടെ സാധാരണ ധാരാപ്രിയൻ സാക്ഷാൽ മഹാദേവനാണ്. ഇവിടെ അശ്രുധാര, കണ്ണീരുകൊണ്ട് അവരിതാ കരഞ്ഞു അവരുടെ ഉള്ളിലുള്ള അഹങ്കാരം മുഴുവൻ തീർന്നപ്പോൾ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ മന്മഥ. നമ്മൾ രണ്ടും വേറെയല്ല, നമ്മൾ ഒന്ന് തന്നെ എന്ന ഭാവത്തിൽ ഗോപികമാരോടുകൂടി ഭഗവാൻ നൃത്തമാടി. ഗോപികയിലും ഭഗവാനുണ്ട്, ഭഗവാനിൽ ഗോപികയുമുണ്ട്. രണ്ടും വേറെയല്ല, ഒന്ന് തന്നെ. സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ ആഭരണങ്ങൾക്ക് പല പല പേരുകൾ ഉണ്ടാവാം, പക്ഷേ അത് സ്വർണമാണ് എന്നറിയുന്നത് പോലെ ഗോപികമാർക്ക് മനസ്സിലായി, നമ്മൾ പല പല പേരുകളുള്ളവരാണ്, പല ഗൃഹങ്ങളിൽ താമസിക്കുന്നവരാണ്, പക്ഷേ നമ്മളൊക്കെ ആ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണോഹം വാസുദേവോഹം എന്ന ഭാവത്തിലേക്ക് അവരൊക്കെ എത്തി. ആ തലത്തിലേക്ക് അവരെത്തിയപ്പോൾ അവരുടെ കൂടെ ഭഗവാൻ നൃത്തം വെച്ചു. ഭഗവാൻ ആരുടെ കൂടെ നൃത്തം വെച്ചു? ഗോപികമാരുടെ കൂടെ നൃത്തം വെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും സത്യത്തിൽ ഭഗവാൻ ആരുടെ കൂടെയാണ് നൃത്തം വെച്ചത്? ഭഗവാൻ തന്നെയാണ് നൃത്തം വെച്ചത്. ആത്മാരാമോപ്യരീരമൽ, ഭഗവാനാണ് നൃത്തം വെച്ചത്. എല്ലാം ഭഗവാൻ തന്നെ. സകല ചരാചരങ്ങളും ആ നൃത്തത്തിൽ എല്ലാം മറന്ന് അവരെങ്ങനെ നോക്കി നിന്നു എന്ന് പറയുന്നു. മുത്തുമണികൾക്കിടയിൽ ആ പത്മരാഗ കല്ലുപോലെ ഒരു ഗോപിക, ഒരു ഗോപാലൻ,
ഒരു ഗോപിക, ഒരു ഗോപാലൻ. ആ ഗോവിന്ദൻ ഓരോ ഗോപികമാർക്കും മധ്യത്തിൽ അവിടെ ഇതാ മിന്നിത്തിളങ്ങി മനോഹരമായ ഒരു മാല പോലെ, ഗോപികാ ഗോപാല മാല. അത് കാണാൻ ആകാശവീഥിയിൽ ബ്രഹ്മരുദ്രാദി ദേവന്മാരൊക്കെ കാത്തു നിന്നു. അങ്ങനെയുള്ള രാസലീലയിലേക്ക് അവരെ എത്തിച്ച ഭഗവാന്റെ വിവിധങ്ങളായ കഥകൾ ഇതാണ് നമ്മൾ കാലത്തു മുതൽ കേട്ടത്. മധുരയിൽ ആ പെൺകുട്ടിയെയും കൊണ്ടുപോയ വസുദേവര് കുട്ടി കാരാഗൃഹത്തിലെത്തിയതും അലറിക്കരഞ്ഞു. കാവക്കാര് ഞെട്ടി ഉണർന്നു. കംസൻ പാഞ്ഞെടുത്തു, പറഞ്ഞു, സ്നുഷേയം തവ കല്യാണ, ഇത് അങ്ങയുടെ സ്നുഷയാവേണ്ടവളാണ്, പുത്രവധു ആവേണ്ടവളാണ്, ഇവളെയെങ്കിലും കൊല്ലാതെ എനിക്ക് വിട്ടുതരണേ എന്ന് പറഞ്ഞപ്പോൾ കംസന് അതൊന്നും തോന്നിയില്ല. കംസൻ ആ കുഞ്ഞിൻ്റെ, ആ ജനിച്ചു വീണ തൻ്റെ സഹോദരിയുടെ പുത്രിയുടെ കാലിൽ പിടിച്ച് ആഞ്ഞ് നിലത്തൊരൊറ്റ അടി അങ്ങോട്ട് അടിക്കാൻ പോയി എന്നാണ്. സാ തദ്ഹസ്താൽ സമുൽപത്യ സദ്യോ ദേവ്യംബരം ഗത. അമ്മ ആകാശവീഥിയിൽ ശംഖുചക്ര ഗദാപത്മങ്ങളോടുകൂടി ദർശനം കൊടുത്തു. എൻ്റെ കാല് പിടിച്ചില്ലേ എങ്കിൽ ആ കാലാരിയും പൂജിക്കുന്ന നിന്റെ അന്തകൻ കംസാരി അതെവിടെയോ ഒരു ദിക്കിൽ പറഞ്ഞിട്ടുണ്ട്, അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവതി ബഹുനാമനികേതേഷു ബഹുനാമാ ബഭൂവ, പല പേരുകളോടുകൂടി ചോറ്റാനിക്കരമ്മയായും ആറ്റുകാലമ്മയായും മൂകാംബി ദേവിയായും ഒക്കെ പാറമേക്കാവിലമ്മ, പാറമേൽ അടിച്ചപ്പോൾ പാറമേൽക്കാവിലമ്മയായി മാറിയ ആ ഭഗവതി അവിടുന്ന് ഇതാ അന്തർധാനം ചെയ്തു. കംസൻ വേഗം ദേവകി വസുദേവന്മാരുടെ കാക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, ക്ഷമധ്വം മമ ദൗരാത്മ്യം, ഞാൻ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി. ഈ ദൈവങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. നിങ്ങളുടെ മകൻ എന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ എവിടെയോ ജനിച്ചിട്ടുണ്ടെന്നാണ് ഈ ദേവി പറയണത്. സത്യത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഞാനാണ് കൊന്നത് എന്ന് പോലും നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. കാരണം ഓരോരുത്തർക്കും ഇത്ര ആയുസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രാരബ്ധം കഴിഞ്ഞാൽ പോണം. യാവത് ഹതോസ്മി ഹന്താസ്മിത്യാത്മാനം മന്യതേ സുദൃക്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് അത്രേ ആയുസ് ഉണ്ടായുള്ളൂ. ഈശ്വര സങ്കല്പത്തിൽ ഞാൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രം. ദുഷ്ടന്മാരിങ്ങനെയാണ്. അവരുടെ കാര്യത്തിന് അവർ വേദവും വേദാന്തവും ഒക്കെ ഗംഭീരമായിട്ട് പറയും. പൊതുവിൽ ഇതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനെയാണ് അല്ലേ? ഈശ്വരനില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ അവരുടെ ആവശ്യത്തിന് വരുമ്പോൾ ഈശ്വരനെക്കുറിച്ച് പറയും. നമ്മൾ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും കംസനും ദേവകിയും കാരാഗൃഹത്തിൽ നിന്ന് മോചിതരായി. ഇതേ സമയം അങ്ങ് അമ്പാടിയിൽ ആനന്ദാനുഭൂതിയുടെ ആർപ്പുവിളികളും കുരവകളും നിറഞ്ഞു കഴിഞ്ഞു. എല്ലായിടത്തും ആനന്ദം. യശോദയ്ക്കും നന്ദഗോപർക്കും ദാ ഒരു പുത്രനുണ്ടായിരിക്കണു എന്ന് പറഞ്ഞ് അവർ ആനന്ദ നൃത്തം ചെയ്യണു. ഈ ഉണ്ണിയെ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ കണ്ടാൽ പിന്നെ തിരിച്ചു പോകണമെന്നില്ല. ഇന്നും അതെ അല്ലേ? ഭഗവാനെ കണ്ടുകൊണ്ട് നിന്നാൽ എത്ര നേരം വേണമെങ്കിൽ നിൽക്കാം. അപ്പം ഇങ്ങനെ ഇവർ വരലും അതേപോലെ തന്നെ ഇവർ പാലും വെണ്ണയും തൈരും ഒക്കെ കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? ഉണ്ണിക്ക് സമർപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ രാജകുമാരനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ നന്ദകുമാരന് സമർപ്പിക്കാൻ കൊണ്ടുവന്നതൊക്കെ അവർ എന്തു ചെയ്തു? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗോപാ പരസ്പരം ഹൃഷ്ട ദധിക്ഷീരഘൃതാംബുഭി, പാലും വെണ്ണയും തൈരൊക്കെ തലയെക്കോടൊഴിക്കുക, വെണ്ണ കൊണ്ട് എറിയുക, ഇങ്ങനെ പല കളികളും ഉണ്ടായിന്നാണ്. പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പുതിയ തലപ്പാവ് ധരിച്ച് അവരിങ്ങനെ വരികയും ആനന്ദ നർത്തനം ചെയ്യുക, പെരുമ്പറ കൊട്ടുക, അതേപോലെ കൊഴല് വിളിക്കുക, പീപ്പി വിളിക്കുക, എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തീരില്ല. എല്ലാവർക്കും ആനന്ദം മാത്രം. കാരണം ആ നന്ദനന്ദനൻ വന്നു അമ്പാടിയിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും സന്തോഷം. അതങ്ങനെയാണല്ലോ. അപ്പോൾ ഇവർ പറയാൻ തുടങ്ങി, സത്യത്തിൽ കറുപ്പിന് ഏഴഴക് എന്ന് പറയണത് ഞാൻ വെറുതെയാണെന്നാണ് വിചാരിച്ചത് ഇതുവരെ. അതെന്താ? നീ ആ യശോദയുടെ ഉണ്ണിയെ കണ്ടില്ലേ? അതിനെന്താ? നല്ല കറുത്ത എന്തൊരു സുന്ദരനാണ്. കറുപ്പിന് അത്ര സൗന്ദര്യമുണ്ടോ? ഒന്ന് പോയി കണ്ടു നോക്ക്. ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ താമരപ്പൂവിൻ്റെ ഇതള് അതേപോലെ എന്തൊരു നീണ്ടിടംപെട്ട കണ്ണുകളാണ്. ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു വശ്യത, നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വിളിക്കണത് പോലെ. ആ ചുണ്ടിൽ മന്ദഹാസം സദാ തത്തിക്കളിച്ചുകൊണ്ടിരിക്കണു. അത്ഭുതമല്ലേ? ഇങ്ങനെ ജനിച്ച കുട്ടി അഷ്ടമിരോഹിണി അർദ്ധരാത്രിയിലാണത്ര ഉണ്ടായത്. ആർക്കും ഓർമ്മയില്ല. കാരണം എല്ലാവരും ഉറങ്ങിപ്പോയി രാത്രി.
പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ യശോദയുടെ അടുത്തൊരു ഉണ്ണി കിടക്കുന്നുണ്ട്. രോഹിണിയുടെ അടുത്തൊരു വെളുത്ത ഉണ്ണിയല്ലേ കിടന്നിരുന്നത്? അതേപോലെ തന്നെ ഒരു കറുത്ത ഉണ്ണിയാണെന്ന് മാത്രം. പക്ഷേ സൗന്ദര്യം കുറച്ച് കൂടുതലുണ്ടോ തോന്നും ഈ കറുത്ത ഉണ്ണിക്ക്. ചുണ്ടത്ത് ആ പുഞ്ചിരി എപ്പോഴും ഉണ്ട്. രാമേട്ടൻ അത്ര ചിരിക്കണ ആളല്ല, കുറച്ച് ഗൗരവക്കാരനാണ്. അതുകൊണ്ട് ഏട്ടൻ കാർന്നവരായിട്ട് അപ്പുറത്ത് രോഹിണിയുടെ തലപ്പത്തിൽ കിടക്കുന്നുണ്ട്. വരുന്ന ആളുകൾ മുഴുവൻ കണ്ണനെ കാണുന്നു, അപ്പുറത്തുള്ള ആ വെളുത്തുണ്ണിയെ കാണുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ചുറ്റി വരുന്നു. അതെ, തൊഴുതട്ടും മതിയാവണില്ല. ഇത് എത്ര പ്രാവശ്യമായി തൊഴുന്നു? അല്ല, മതിയാവണില്ല ഞങ്ങൾക്ക്, അതുകൊണ്ടാണ്. അങ്ങനെ ആളുകൾ, ഗോപന്മാരൊക്കെ ഉണ്ണിയെ കാണുന്നു, ഉണ്ണിയുടെ കാലിലൊന്ന് തൊടണു, ഉണ്ണിയുടെ കയ്യിലൊന്ന് പിടിച്ചു നോക്കണു, ഉണ്ണി ഇങ്ങനെ നോക്കണു അവരെയൊക്കെ. എല്ലാവർക്കും സന്തോഷം. ഇതിനിടയിലാണ് നന്ദഗോപര് അവിടെ കരം കൊടുക്കാനായിട്ട്, വാർഷിക കരം കൊടുക്കാനായിട്ട് മധുരയിലേക്ക് പോയി. അവിടെ ചെന്നു, കരം കൊടുത്തു, വസുദേവരെ കണ്ടു. വസുദേവർ പറഞ്ഞു, വാർഷിക കരമൊക്കെ കൊടുത്തു എന്നുണ്ടെങ്കിൽ വേഗം അമ്പാടിയിലേക്ക് പൊക്കോളൂ, അവിടെ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണാനുണ്ട്. പേടിയായി, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് നന്ദഗോപർ വേഗം വരുന്നതിന് മുമ്പേ കംസേന പ്രഹിതാഘോര, കംസൻ ഒരാളെ അതിനു മുമ്പേ അയച്ചു. കംസൻ്റെ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാണ് പൂതന. ബാക്കി 10 പേരും പുരുഷന്മാരാണ്. പ്രലംബക ചാണൂര തൃണാവർത്ത മഹാശനൈ മുഷ്ടിക അരിഷ്ടദുവിത കേശി ധേനുക. ഇത്രയും പേര്, 10 പേര്. 10% സ്ത്രീകൾക്ക് സംവരണം കംസൻ അന്ന് തന്നെ ഏർപ്പെടുത്തി. പൂതനയുടെ അടുത്ത് തന്നെ ചോദിച്ചു, ആദ്യം നിന്നോട് ചോദിക്കാം, നിനക്ക് ഏത് വകുപ്പാണ് വേണ്ടത്? അതേ മഹാരാജാവേ, ഞാൻ ബാലക്ഷേമ വകുപ്പ് എടുത്തോളാം, എന്നിട്ടോ കുട്ടികളെയൊക്കെ കൊന്നോളാം അങ്ങയ്ക്ക് വേണ്ടി. അപ്പം നന്നായി, നല്ല യോജിച്ച വകുപ്പാണ് കിട്ടിയത്. അങ്ങനെ ഇവള് പറഞ്ഞു, എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, 10 ദിവസത്തിനുള്ളിൽ പിറന്ന ഈ പ്രദേശത്തുള്ള കുട്ടികളെ മുഴുവൻ ഞാൻ കൊന്നോളാം. എങ്ങനെയപ്പം നീ പോണത്? കംസൻ ചോദിച്ചു. അതോ, ഞാൻ കാമരൂപിണിയാണെന്നറിയില്ലേ അങ്ങക്ക്? അതറിയാം, എന്നാൽ വേഷം മാറിയിട്ടാണ് പോണത്. ഇതാ നോക്കൂ, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. കംസൻ പറഞ്ഞു, ഇങ്ങനെ പോയി അവർ കുഴപ്പമില്ല, ആരും തിരിച്ചറിയില്ല. എന്തൊരു സൗന്ദര്യമാണ് പൂതനയ്ക്ക്. ഇപ്പോഴും നമ്മൾ ആ ഉള്ള മറച്ചു വെച്ച് പുറത്തേക്കൊക്കെ വലിയ വേഷം കെട്ടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തും. ഭഗവാൻ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. അത് ആണാവട്ടെ പെണ്ണാവട്ടെ, പൂതനയോ പൂതനനോ ആരുമായാലും ഭഗവാന് അതൊക്കെ കൃത്യമായിട്ട് അറിയാം എന്ന് മനസ്സിലാക്കി പോയാൽ കുറേ നല്ലത്. ഏതായാലും അവിടെ പൂതന ചെന്ന് നോക്കുമ്പോൾ കുട്ടികളെ കിടത്തിയേക്കണ മുറി എവിടെയാന്ന് ചോദിച്ചു. യശോദയ്ക്കും രോഹിണിക്കും തിരിച്ചൊന്നും പറയാൻ പറ്റണതിന് മുമ്പ് ചിരപരിചിതയെ പോലെയാണ് വരുന്നത്. ഇവിടെ സ്ഥിരം കാണുന്ന ഏതോ ഒരു ഗോപിക എന്നാണ് അവർക്ക് തോന്നിയത്. ഏതായാലും അകത്തേക്ക് പോയി. 2 കുട്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. ഒരു കുട്ടി വെളുത്ത കുട്ടിയാണ്, ആ കുട്ടി കണ്ണ് തുറന്നു കിടക്കണു. മറ്റൊരാൾ കറുത്ത കുട്ടിയാണ്, കറുത്ത കുട്ടി കണ്ണടച്ചു കിടക്കുകയാണ്. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, പരീക്ഷിത്തെ ചരാചരാത്മാസ നിമീലിതേക്ഷണ. ഈ ഉണ്ണിയുണ്ടല്ലോ ഭഗവാൻ കണ്ണടച്ചു കിടക്കും. സജ്ജനങ്ങൾ പറയുക, ഈ കണ്ണടച്ചതിന് പല കാരണങ്ങളും ഉണ്ട്. സാധാരണ കണ്ണടയ്ക്കാത്ത ആളാണ്, ഒരിക്കലും കണ്ണടയ്ക്കില്ല. പിന്നെ ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു. എന്തിനാ? ഇവളെ എനിക്ക് കാണണ്ട, ഇവളുടെ വേഷം കെട്ട് എനിക്ക് കാണണ്ട, ഒരു കാരണം. പിന്നെ മറ്റൊരു കാരണം എന്താ? ഇവൾ അവിദ്യയാണ്, ഇവളെ കാണണ്ട. ഇനി ഇവളെ ദേഷ്യത്തോടുകൂടി, എൻ്റെ ദേഷ്യമാകുന്ന അമ്പ് അവളിൽ തറച്ചാൽ അവൾ ഒരു പിടി ഭസ്മമാവും. അതിനു പകരം എൻ്റെ കാരുണ്യത്തിൻ്റെ അൻപ് അവളിലേക്ക് എത്തിയാൽ അവളൊരു ഗോപികയാവും. രണ്ടും വേണ്ട. പിന്നെ തൻ്റെ 2 കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ്, അതിലൂടെ അവൾക്കൊരു ഗതി കിട്ടണ്ട. ഭഗവാൻ കണ്ണടച്ചു. ഇവളെ എങ്ങനെ കൊല്ലണം എന്നാലോചിച്ച് ഭഗവാൻ കണ്ണടച്ചു. രാമാവതാരകാലത്ത് ആദ്യം കൊന്നത് താടകയാണ്, സ്ത്രീവധം. അന്ന് തൻ്റെ തന്നെ അംശമായിരിക്കുന്ന പരശുരാമൻ ചോദിച്ചു, സ്ത്രീയെ കൊന്ന് കേമത്തം കാണിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു ചോദിച്ചു, സ്ത്രീയെ കൊന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അമ്മയെ കൊന്നൊരു പാരമ്പര്യം എനിക്കില്ല എന്ന് തിരിച്ചു പറഞ്ഞു. ഏതായാലും ഇപ്പോൾ അമ്മയുടെ രൂപത്തിലാണ് ഇവൾ വന്നെങ്കിലും ഇവളെ എങ്ങനെ കൊല്ലണം എന്ന് ഭഗവാൻ ആലോചിച്ചു. ഇവൾ മുജ്ജന്മത്തിൽ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഭഗവാൻ ആലോചിച്ചു. ഇങ്ങനെ പല പല കാരണങ്ങളെ കൊണ്ട്. പിന്നെ കയ്പുള്ള വസ്തുക്കളൊക്കെ കഴിക്കുമ്പോൾ എന്താ, രാമാവതാര കാലത്ത് കൗസല്യാദേവി പറയാറുണ്ട്, രാമ കഷായം കഴിക്കുമ്പോൾ കണ്ണടച്ച് കുടിച്ചോളൂട്ടോ, അപ്പോൾ ഒരു കയ്പും ഉണ്ടാവില്ല, ഒരു കയ്പും തന്നെ ബാധിക്കില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ല. ഏതായാലും കണ്ണടച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് കുടിച്ചു. അതേപോലെ ഇപ്പോൾ കണ്ണടച്ച് കുടിക്കേണ്ടി വരും. കാരണം ഇവളുടെ കയ്പേറിയ വിഷം
കഴിക്കാൻ പോവുകയാണ്. പാലും വെണ്ണയും തൈരും ഒക്കെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആദ്യത്തെ നേദ്യം തന്നെ എന്താ, അത് മുക്കുടി നേദ്യം പോലെയാണ്, നല്ല കയ്പുണ്ട്, എന്നാലും കഴിച്ചേക്കാം എന്ന് വിചാരിച്ചു. തനിക്ക് കൊണ്ടുവന്ന് തരണതല്ലേ, അത് സ്വീകരിക്കാം. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി എന്നാണ്. എന്തായാലും എനിക്ക് തരുന്നുണ്ടല്ലോ, അവൾക്ക് അതിനേ കഴിയുള്ളൂ, അവളുടെ കയ്യിൽ അതേ ഉള്ളൂ, അത് വാങ്ങിയേക്കാമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ഭഗവാൻ ആലോചിച്ചു, ഇത് കഴിച്ച ആരോടെങ്കിലും ചോദിച്ചിട്ട് കഴിച്ചാൽ നന്നായി എന്ന്. അങ്ങനെ കണ്ണടച്ചപ്പോഴേക്കും ആ അകത്ത് സാക്ഷാൽ കാമാരിയായിരിക്കുന്ന മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ പുതിയ അവതാരം കണ്ടു. ഞങ്ങളന്ന് ആകാശവീഥിയിൽ നിന്ന് ഒരു നോക്ക് കണ്ടതാണ്. വസുദേവരുടെ കയ്യിൽ ഇങ്ങനെ എടുത്തു പോരുമ്പോഴേ അന്ന് കണ്ടില്ലേ? കണ്ടു. ഇപ്പം എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അതേ, ഈ ഇരിക്കുന്ന ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചു. മഹാദേവൻ പറഞ്ഞു, അതെന്താ എന്നോട് അങ്ങനെ ചോദിക്കണത്? അല്ല, അങ്ങക്കേ ഈ വേഷം കെട്ടുള്ള സ്ത്രീകളുടെ കണ്ടു കഴിഞ്ഞാൽ പിന്നാലെ ഓടണൊരു സ്വഭാവം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അങ്ങയുടെ പിന്നാലെ ഓടിയൻ്റെ കഥയല്ലേ പറഞ്ഞത്? ശരിയാണ്, അങ്ങയുടെ പിന്നാലെ ഓടി. അത് സൗന്ദര്യോത്തരതോപി സുന്ദരതരം. ഇതിൻ്റെ ഉള്ളിൽ രാക്ഷസീയമായ ഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. കംസേന പ്രഹിത ഘോരാ പൂതന ബാലഘാതിനി. മഹാദേവൻ പറഞ്ഞപ്പോൾ ശരിയാ. ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ വിഷം കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അങ്ങ് അന്ന് പാലാഴി മഥനത്തിനിടയിൽ കുറച്ച് വിഷം കഴിച്ചില്ലേ? ഇവിടെ മാത്രം ഒരു കുഴപ്പമുണ്ടായി, കഴുത്ത് നീല നിറായി. അങ്ങക്ക് ആ കുഴപ്പമില്ല, അങ്ങ് സർവാംഗസുന്ദരൻ, നീലശ്യാമള വർണ്ണൻ. അപ്പോൾ പിന്നെ വല്ല കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന അങ്ങയ്ക്ക് ഇത് വല്ലതും പ്രശ്നമാണോ? വിഷമമേ അല്ല. ഭഗവാൻ അപ്പോൾ രുദ്രനോട് പറഞ്ഞു, ശരി പൊക്കോളൂ എന്നും പറഞ്ഞ് കണ്ണടച്ച് കാണിച്ചു. അത് കഴിഞ്ഞപ്പോഴോ അതേപോലെ കണ്ണടച്ചതിന് മറ്റൊരു കാരണമുണ്ട്. ഉള്ളിലുള്ള സകല ചരാചരങ്ങളും പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഈ വിഷം കഴിക്കാൻ പോകുന്നത് കേട്ടപ്പോൾ. അതുകൊണ്ട് ഭഗവാൻ അവരോടും പറഞ്ഞു, ആരും വിഷമിക്കേണ്ട, ഒരു പേടിയും വേണ്ട എന്ന് കണ്ണടച്ചു കാണിച്ചു. അങ്ങനെ പൂതന ഈ ഉണ്ണിയെ എടുത്തു. ഇതാണ് നല്ലത് എന്ന് വിചാരിച്ച്. ഏതുപോലെ എന്നാണ് പറയണത്? സത്യത്തിൽ കയറ്, പാമ്പിനെ കയറാണെന്ന് വിചാരിച്ചെടുത്താൽ എന്തുണ്ടാവും? അതേപോലെ തന്നെയാണ് പൂതനയും ആ ഉണ്ണിയെ എടുത്തത്. ആളെ അറിയില്ല. ഇത് സർപ്പമല്ല, സർപ്പശായിയായ സകലരുടെയും ദർപ്പമില്ലാതെയാക്കുന്ന ഭഗവാനാണെന്ന് പൂതനയ്ക്കുണ്ടോ അറിയണു. പക്ഷെ പൂതന മടിയിലെടുത്ത് വെച്ചതോടുകൂടി എന്തോ ഒരു അനുഭൂതിയിലേക്ക് എത്തിച്ചേർന്നു. ഇതുവരെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതെന്താണ്? തൻ്റെ ഉള്ളു മുഴുവൻ ഒരു ആനന്ദം നിറയുന്നുണ്ടല്ലോ. ആരെയാ മടിയിൽ വെച്ചേക്കണത്? സച്ചിദാനന്ദ സ്വരൂപൻ അല്ലേ? സച്ചിദാനന്ദ കട്ട സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം പട്ടേരിപ്പാട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ മടിയിലെടുത്ത് വെച്ചപ്പോൾ ഭഗവാൻ വിചാരിച്ചു, ഇനി പൂതനയെ ഉണർത്തണ്ടേ? ഇവളിങ്ങനെ കണ്ണടച്ചിരുന്നാൽ എങ്ങനെ ശരിയാവും? അച്ഛനും അമ്മയും ഒക്കെ വരണതിന് മുമ്പ് കാര്യം കഴിക്കണം. അപ്പോൾ പിന്നെ ഒന്നുകിൽ ഇവളെ വിളിച്ചുണർത്താം, അല്ലെങ്കിൽ തളിച്ചുണർത്താം. ഇപ്പം ഏതാ പറ്റുക? വിളിച്ചുണർത്തൽ പറ്റില്ല, കാരണം ജനിച്ചിട്ട് 6 ദിവസമേ ആയിട്ടുള്ളൂ. ഈ അവതാരത്തിന് അങ്ങനെ പെട്ടെന്ന് സംസാരിക്കലൊന്നുമില്ല. പതുക്കെ പതുക്കെ കൃഷ്ണൻ, അമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഇമ്പ ഇങ്ങനെ കുറേശ്ശെ പറഞ്ഞ് നേരെയാവുള്ളൂ. അങ്ങനെയാണ്. അഭിനയം കേമാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ വന്നേക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ തളിച്ചുണർത്താം എന്ന് തീർച്ചപ്പെടുത്തി. തളിക്കണമെങ്കിൽ വെള്ളം വേണം. വെള്ളം ഇനിയിപ്പോൾ എടുത്തുകൊണ്ടുവരാൻ പറ്റുമോ? 6 ദിവസം പ്രായമുള്ള കുട്ടിക്ക്? ആളുകൾ എന്ത് വിചാരിക്കും? എന്നാൽ പിന്നെ കയ്യിലുള്ള വെള്ളം കൊണ്ട് തളിച്ചുണർത്താമെന്ന് വിചാരിച്ചു. ഉടനെ തന്നെ ചേല നനഞ്ഞപ്പോഴാണ് പൂതനയ്ക്ക് കാര്യം മനസ്സിലായത്. പൂതന വേഗം കണ്ണു തുറന്നു, വേഗം തൻ്റെ ആ സ്തനങ്ങളെ ഉണ്ണിക്ക് കൊടുക്കാനായിട്ട് ആ കഞ്ചുകം അഴിച്ചതും ഭഗവാൻ ഗാഠം കരാഭ്യാം ഭഗവാൻ പ്രപീഡ്യതൽ പ്രാണൈ സമം രോഷസമന്വിതോപിബൽ. കുറച്ച് ദേഷ്യം കാണിച്ചും കൊണ്ടാണ് വലിച്ചങ്ങോട്ട് കുടിച്ചു. മുല കൊടുത്ത പൂതനയുടെ മൂലത്തെ കൂടി ഭഗവാൻ വലിച്ചു കുടിച്ചു. ദേഷ്യം വന്നു ഭഗവാന്. പാല് കിട്ടണില്ല, അത് ശരി, എങ്കിൽ വലിച്ചു കുടിക്കുക തന്നെ. അവൾ പറഞ്ഞു, സാ മുഞ്ച അലം ഇതി, വിടൂ മതി എന്ന് പറഞ്ഞു. പക്ഷെ വിടണുണ്ടോ ഭഗവാൻ? ഭഗവാനിൽ നിന്ന് മുക്തി കിട്ടണം എന്ന് പൂതന ആഗ്രഹിച്ചു. ഭഗവാനിൽ നിന്ന് രക്ഷപ്പെടണമെന്ന്. ഭഗവാൻ മുക്തി കൊടുക്കാൻ തീരുമാനിച്ചു. അതാണ് മുക്തി വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ മുക്തിയാ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പൂതനാമോക്ഷം
അങ്ങനെ ആ പൂതന അമ്പാടിയുടെ മണിമുറ്റത്ത് ദാ മലന്നടിച്ച് അങ്ങോട്ട് വീണു. ക്രീഡന്തമകുതോഭയം ബാലം ച തസ്യാഉരസി ക്രീഡന്തമകുതോഭയം. യശോദാമ്മ ഒന്ന് നോക്കുമ്പോൾ ഉണ്ണിയെ കാണാനില്ല. ഗോപികമാരും അതെ, അവരോടി പുറത്തേക്ക് നോക്കിയപ്പോൾ മരങ്ങളൊക്കെ വീണ് കിടക്കണു. കൊടുങ്കാറ്റടിച്ചതുപോലെ വലിയൊരു പർവ്വതം പോലെ അവിടെ വീണ് കിടക്കുന്ന ആ പൂതനെ എങ്ങനെ കണ്ടു. രാക്ഷസി ഇവളാണോ നേരത്തെ വന്നത്? അവളെ ഇപ്പം കാണാനില്ലൊരു സുന്ദരി, ആ സുന്ദരി ഈ രാക്ഷസിയാണത്രേ എന്ന് അവർക്കിങ്ങനെ തോന്നി. ഏതായാലും വാരിയെടുത്തു ഗോപികമാർ. ഗോപുച്ഛം കൊണ്ട് ഒഴിയുക, 12 സ്ഥാനങ്ങളിൽ തൊട്ട് ജപിക്കുക, ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കുക. ഭഗവാൻ നോക്കി, ആരാ എന്നെ ഗോമൂത്രം കൊണ്ട് കുളിപ്പിച്ചതെന്ന്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ നല്ലോണം നല്ല വെള്ളമൊക്കെ ഉപയോഗിച്ച് കുളിപ്പിച്ച് പട്ടുകൊണ്ടൊക്കെ തോർത്തി. ഗോപികമാർ പറഞ്ഞു, യശോദാമ്മേ ദാ കുറച്ച് പാല് കൊടുത്തോളൂ, കുട്ടി പേടിച്ചിട്ടുണ്ടോയെന്നറിയാലോ. യശോദാമ്മ വേഗം പാല് കൊടുത്തു. ഉണ്ണികൃഷ്ണൻ വലിച്ചു കുടിച്ചു. ആ കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നും പറ്റിയിട്ടില്ല, എന്നാലും ഞങ്ങളൊന്ന് ജപിക്കാം എന്ന് പറഞ്ഞ് അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഇടയ പെൺകുട്ടികൾ ഉണ്ണിയെ മടിയിലെടുത്ത് വെച്ച് അവരുടെ മടിയിലിരിക്കുന്ന ആ ഉണ്ണിയെ രക്ഷിക്കാൻ ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഉണ്ണിയോട് പ്രാർത്ഥിച്ചു. ഒക്കത്തിരിക്കുന്ന ഉണ്ണിയെ രക്ഷിക്കാൻ ഒക്കേത്തിരിക്കുന്ന ഉണ്ണിയോട് പ്രാർത്ഥിച്ചു. ഇപ്പം ഭഗവാൻ കൈകൊണ്ട് വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് മുകളിലേക്ക് നോക്കിയൊന്നും വേണ്ട, ഞാനിവിടെ ഉണ്ട് എന്നാണ് ഭഗവാന്റെ ആ രീതികൾ. അങ്ങനെ ഗോപികമാരെ യശോദാമ്മയുടെ കയ്യിൽ വീണ്ടും കൊടുത്തു. നന്ദഗോപർ വന്നു നോക്കുമ്പോഴേക്കും അതിഭീകര സ്വരൂപിണി ഒരു രാക്ഷസി കിടക്കുന്നു. അവളുടെ ദേഹം കൊടാലി കൊണ്ട് വെട്ടി നുറുക്കി ദൂരെ കൊണ്ടുപോയി കത്തിച്ചു. പക്ഷേ അവളിൽ നിന്നും ആ ശ്രേഷ്ഠമായ സുഗന്ധം അവിടെ മുഴുവൻ പരന്നു. ഭാഗവതം പറയുകയാണ്, ജിഘാംസയാവിഹരേ സ്തനം ദത്വാപ സദ്ഗതി. കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും മുല കൊടുത്ത പൂതയായി ശുദ്ധയായി മുക്തി നേടി, മോക്ഷം നേടി. പൂതനാമോക്ഷം സത്യത്തിലെല്ലാം മോക്ഷം തന്നെയാണ്. ഭഗവാനിൽ നിന്ന് മരിക്കാൻ സാധിക്കുക. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നാണ്. അങ്ങനെയെങ്കിൽ ആ മരണത്തിൽ ഭഗവത് സ്മൃതിയുള്ള ആളുകൾക്ക് പോലും മോക്ഷം കിട്ടുമെന്നിരിക്കെ ഭഗവാന്റെ കൈകൊണ്ട് മരിച്ചാൽ പിന്നെ എന്താണ് കിട്ടാത്തത് എന്ന് ഭാഗവതം ചോദിക്കുന്നു. അതേപോലെ ഉണ്ണിയുടെ 90ൻ്റെ അന്ന് ഒരു വണ്ടിയുടെ ഒരു ശകടത്തിൻ്റെ താഴെ യശോദാമ്മ കിടത്തി കുട്ടികളോട് നോക്കാൻ പറഞ്ഞു. കുട്ടികളെ നോക്കിയിരിക്കെ ആ വണ്ടി തകർന്നു വീണു. കുട്ടികൾ പറഞ്ഞു, യശോദാമ്മേ ദാ അല്ലയോ നന്ദഗോപരെ, അതെ ഈ ഉണ്ണിയുടെ കാല് കൊണ്ടിട്ടാണ് കേട്ടോ വണ്ടി തകർന്നത്. വേറെ ചില ആളുകൾ പറഞ്ഞു, പിന്നെ ഈ 90 ദിവസം പ്രായമുള്ള കുട്ടിയുടെ കാല് കൊണ്ടിട്ട് ഈ വണ്ടി തകരേ? അപ്പോൾ വേറെ ചില ആളുകൾ പറഞ്ഞു, അല്ല ചിലപ്പോൾ തകരുണ്ടാവും. ഒരു പൂതന എന്ന് പറഞ്ഞ ഒരു രാക്ഷസിയെ അത് ഈ ഉണ്ണി കൊന്നതാണെന്നാണ് പറയണത്. അങ്ങനെയൊന്നും ആവില്ല, അതിൻ്റെ കാലെത്തിയപ്പോൾ അത് മരിച്ചതാവും. അതെ, കാലെത്തിക്കഴിഞ്ഞാൽ മരിക്കുന്നതാണല്ലോ ഇവിടെ ഭഗവാൻ കാലസ്വരൂപിയായി ആടുന്ന ലീലകൾ. അതൊന്നും അവർക്ക് അപ്പം മനസ്സിലായില്ല. ഏതായാലും നന്ദഗോപര് പ്രത്യേകം ഒരു പ്രഖ്യാപനം നടത്തി, ഇനി വണ്ടികളൊന്നും അകത്തേക്കൊന്നും കൊണ്ടുവരണ്ട, ഒക്കെ പുറത്ത്, ഗോപുരത്തിൻ്റെ പുറത്തു മതി. അതുകൊണ്ടാണത്രേ ഭഗവാൻ ഈ വണ്ടി തള്ളി നടക്കാനുള്ള വണ്ടി പോലും ഉണ്ടായില്ല. നടക്കാൻ പഠിക്കണ ഒരു വണ്ടിയുണ്ട്, അതില്ലാത്തതുകൊണ്ട് എന്തായി, ഈ മൂരിക്കുട്ടന്മാരുടെയൊക്കെ വാലിമ പിടിച്ചിട്ടാണത്രേ ഈ ഭഗവാൻ മുക്തിം ദദാതി, മുക്തി കൊടുക്കുന്ന മുകുന്ദൻ നടക്കുന്നത്, പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചതുപോലെ നടിച്ചത്. അപ്പം എന്താ, പശുക്കുട്ടികളും മൂരിക്കുട്ടന്മാരും നടക്കുമ്പോൾ അതിൻ്റെ വാലുമ പിടിച്ചാൽ ഒപ്പം പതുക്കെ എഴുന്നേൽക്കും, അതിൻ്റെ കൂടെ നടക്കും. ഇങ്ങനെയുള്ള കളികളാണ്. ഇപ്പോൾ ഭഗവാൻ 1 വയസ്സായി. ആ 1 വയസ്സായ അന്ന് പിറന്നാളൊക്കെ കഴിഞ്ഞ് ഏകദാരോഹമാരൂഢം ലാളയന്തി സുതം സതി തൻ്റെ മകനെ ഇങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കിങ്ങനെ ഭാരം കൂടി വരണത് പോലെ തോന്നി. ചിലപ്പോൾ പണിയെടുത്ത് വയ്യാതെയായിട്ടാവുമെന്ന് വിചാരിച്ച്, പിറന്നാളിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു, പല ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കൽ, ദാനം ചെയ്യൽ, ഉണ്ണിക്ക് എല്ലാ ആശീസ്സും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നവിടെ കിടത്തിയിട്ട് അകത്തൊന്ന് പോയി വരാം എന്ന് വിചാരിച്ച് പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉണ്ണിയെ കാണാനില്ല. അവിടെ മുഴുവൻ വലിയ ചുഴലിക്കാറ്റ്, എന്താണെന്ന് അറിയുന്നില്ല. ഭഗവാൻ എന്താ ചെയ്തത്, തൃണാവർത്തൻ എന്ന കംസഭൃത്യൻ്റെ മുതുകിൽ കയറിയിരുന്ന്
വൃന്ദാവനമൊക്കെ ഒന്ന് കണ്ടുവന്നു. ഒരു വയസ്സായി ഇപ്പോഴേ, ഇതുവരെ എങ്ങോട്ടും പോയിട്ടില്ല. മലന്ന് കിടക്കുക, കമന്ന് കിടക്കുക, മലന്ന് കിടക്കുക, കമന്ന് കിടക്കുക, ഇതേ ഉള്ളൂ. അപ്പോൾ എന്നോ ഒന്ന് പോയി കാണണ്ടേ, ഗരുഡൻ്റെ പുറത്ത് പോണത് പോലെ തൃണാവർത്തൻ്റെ പുറത്ത് പോയി ഒന്ന് കണ്ട്, അപ്പോഴേക്കും അമ്മയുടെ കരച്ചിൽ, എങ്കിൽ ഇനി നമുക്ക് യാത്ര അവസാനിപ്പിക്കാമെന്നും പറഞ്ഞ് ആ തൃണാവർത്തൻ്റെ കഴുത്തിലൊന്ന് മുറുക്കി അങ്ങോട്ട് പിടിച്ചു. അതോടുകൂടി തൃണാവർത്തൻ മരിച്ച് താഴെ വീണു. ഗോപികമാർ വന്ന് നോക്കുമ്പോൾ വലിയൊരു കരിമ്പാറക്കെട്ടിൻ്റെ മുകളിൽ അതേപോലെ മറ്റൊരു കരിമ്പാറക്കെട്ടായിട്ടൊരു രാക്ഷസൻ, അതിൻ്റെ മുകളിൽ ഒരു കരിമുകിൽ വർണ്ണൻ ക്രീഡന്തമകുതോ ഭയം, ഒരു പേടിയില്ലാതെ കളിക്കുന്നു. ഗോപികമാർ പറഞ്ഞു, നമ്മളെന്തൊക്കെയോ മുജ്ജന്മത്തിൽ സുകൃതം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഉണ്ണിക്കൊന്നും പറ്റാത്തത് എന്ന് അവരിങ്ങനെ പറയും. അങ്ങനെയുള്ള ആ അവരുടെ സുകൃതമായി മാറിയ ആ വികൃതി ഒരു ദിവസം അമ്മയുടെ മടിയിൽ കിടക്കുമ്പോൾ അമ്മയ്ക്ക് തോന്നി ഉണ്ണിക്ക് പല്ല് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് ആ പാല് കുടിക്കുന്ന സമയത്ത് കടിക്കണമൊക്കെ ഉണ്ട്. എന്നാൽ വിരലെങ്ങാനും വായിലേക്ക് ഇട്ടാൽ അപ്പോൾ കൂടുതൽ കടിക്കും. എന്നാൽ ഇപ്പം നോക്കാം എന്ന് വിചാരിച്ചു. ഉണ്ണി ദാ പതുക്കെ മുഖം ലാളയതി രാജൻ, മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണോ ജൃംഭതോ ദദൃശേ ഇതം, ഉണ്ണി ആ കോട്ടുവായിട്ടപ്പോൾ അതിനകത്ത് സകല ചരാചരങ്ങളെയും യശോദാമ്മ കണ്ടു. പെട്ടെന്ന് പേടിച്ചു, കണ്ണടച്ചു. അതോടുകൂടി ആ കണ്ണൻ്റെ ലീലയും അവിടെ തീർന്നു. അമ്മയ്ക്ക് ഇനി കുറച്ചുകൂടി വിശദമായിട്ട് കാണിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ടൊന്ന് കാണിച്ചു കൊടുത്തതാണ്. പിന്നീടാണ് ഗർഗാചാര്യർ വന്നത്. ഗർഗാചാര്യരോട് നന്ദഗോപർ പറഞ്ഞു, ഈ ഉണ്ണികളുടെ ഒന്ന് പേരിട്ടാൽ കൊള്ളാം. ഗർഗാചാര്യർ പറഞ്ഞു, പേരിടലൊക്കെ ആവാം, പക്ഷേ ഞാൻ യദൂനാമഹമാചാര്യ ഖ്യാതശ്ച ഭുവി സർവത, എല്ലായിടത്തും ഇപ്പം അറിയാം ഞാൻ യാദവന്മാരുടെ ആചാര്യനാണ്. അപ്പം ഇവിടെ വന്ന് പേരിട്ടു എന്നറിഞ്ഞാൽ കംസൻ അങ്ങയുടെ കുട്ടികളെക്കുറിച്ച് ചിലപ്പോൾ തെറ്റായിട്ട് വല്ലതും വിചാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ നമുക്ക് പേരിടാം എന്ന് പറഞ്ഞ് ഗോശാലയിൽ വെച്ച് ആ ഉണ്ണികൾക്ക് പേരിട്ടു. രോഹിണി, യശോദ, നന്ദഗോപര്, ഗർഗാചാര്യര്, വെളുത്ത ഉണ്ണി, കറുത്ത ഉണ്ണി, പിന്നെ കുറേ പശുക്കുട്ടികളും. ഇത്രയേ ഉള്ളൂ. പശുക്കളെയൊക്കെ മേയിച്ച് ഗോപാലന്മാരൊക്കെ പോയ സമയത്താണ്. ഈ സമയത്ത് ഉണ്ണികൃഷ്ണൻ്റെ കാതിൽ പേരിടണം. അപ്പോൾ ഭഗവാൻ ഗർഗാചാര്യരോട് പറഞ്ഞു, മൂത്ത ആൾ അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ പേരിട്ടുള്ളൂ ആദ്യം. ഒക്കെ സങ്കല്പമാണ്. ഗർഗാചാര്യർക്കെല്ലാം മനസ്സിലായി. വേഗം മടിയിലെടുത്തു വെച്ചു, രാമ എന്ന് വിളിച്ചു. അത് ഭഗവാന്റെ സങ്കല്പമാണ്. ഈ അവതാരത്തിൽ, രാമാവതാരത്തിൽ അനിയനായ അനന്തമൂർത്തിയെ കൃഷ്ണാവതാരത്തിൽ ഏട്ടനാക്കി രാമൻ എന്നുള്ള പേരും കൊടുത്തു. പിന്നെ ബലരാമൻ, ബലഭദ്രൻ, സംഘർഷണൻ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട്. വസുദേവപുത്രനായതുകൊണ്ട് വാസുദേവൻ എന്നും ഉണ്ണിക്ക് പേരുണ്ട്. ഇനി അടുത്ത ഉണ്ണിയെ എന്താ വിളിക്കേണ്ടത്? ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അനന്തനാമി എന്നോ സഹസ്രനാമി എന്നോ എന്താ വിളിക്കേണ്ടതെന്ന് ഇഷ്ടമില്ലല്ലോ ഭഗവാനെ. അങ്ങനെ പൂതന ഇത്തരത്തിൽ ഒന്ന് അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും മടിയിലെടുത്ത് വെച്ചപ്പോൾ സമാധിയിലായതുപോലെയായി. ഗർഗാചാര്യർക്ക് അങ്ങനെയല്ല. ആ ഉണ്ണിയെ നന്ദഗോപരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയപ്പോഴേക്കും വല്ലാത്തൊരാനന്ദം, രോമാഞ്ചം, കണ്ണുകളൊക്കെ അങ്ങനെ നിറഞ്ഞൊഴുകണു. വല്ലാത്തൊരു സമാധിയിലെത്തിയതുപോലെ, നിർവികൽപ്പ സമാധി. പിന്നിപ്പോൾ ഇദ്ദേഹത്തിനെയും വിളിക്കണം. ഇപ്പോൾ പൂതനയെ വിളിച്ച മാതിരി തളിച്ചുണർത്തിയാൽ ശരിയാവില്ല. പൂജയൊക്കെ നടക്കുകയാണ് ഇവിടെ. അതിനിടയിൽ ഇതൊന്നും വേണ്ട. എന്നാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? വിളിച്ചുണർത്തിയാലോ? അതും പറ്റില്ല. തന്നെ വിളിക്കാൻ വേണ്ടി വന്ന ആളെ അങ്ങോട്ട് വിളിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വലിച്ചുണർത്താം എന്ന് വിചാരിച്ചു. വലിക്കാൻ എന്താ, നീണ്ടു കിടക്കുന്ന താടിമ പിടിച്ചങ്ങോട്ട് വലിച്ചു. ഗർഗാചാര്യർ നോക്കി, മനസ്സിലായില്ലേ, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ്, അതുകൊണ്ട് ആ പേരിട്ടോളൂ. ഗർഗാചാര്യർക്ക് മനസ്സിലായി. ആ ഉണ്ണിയുടെ ചെവിയിൽ മെല്ലെ വിളിച്ചു, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അത് കഴിഞ്ഞ് നന്ദഗോപര്, അത് കഴിഞ്ഞ് യശോദ, അത് കഴിഞ്ഞ് രോഹിണി, എല്ലാവരും പേര് വിളിച്ചു. അങ്ങനെ രാമനും കൃഷ്ണനും അവിടെ മുത്തുകുത്തി നടക്കാൻ തുടങ്ങി. ഗോപികമാര് അറിയാതെയാണെങ്കിലും കലിസന്ധരണോപനിഷത്തിലെ മഹാമന്ത്രം ഹരേ രാമ ഹരേ കൃഷ്ണ അവർ വിളിക്കാൻ തുടങ്ങി. അവർ ജപിക്കുന്നത് എന്താ? വരൂ രാമ വരൂ കൃഷ്ണ എന്നാണ് പലപ്പോഴും വിളിക്കുക. ഇത് കേട്ട് കഴിഞ്ഞാൽ ഗോപികമാരുടെ അടുത്തേക്ക് ചിലപ്പോൾ ഭഗവാൻ ചെല്ലും, ചിലപ്പോൾ പേടിച്ചെന്നതുപോലെ അമ്മയുടെ ചേലയുടെ പിന്നിൽ പോയി ഒളിക്കും. പിന്നെ മുട്ടുകുത്തി നടക്കുക,
പലതരത്തിലുള്ള കളികളായി. കുറേശ്ശെ നടന്നു തുടങ്ങി. യശോദാമ്മയാണ് കണ്ടത് മൂരിക്കുട്ടൻ്റെ വാലിൽ തൂങ്ങി നിൽക്കുന്ന ഉണ്ണിയെ. അപ്പം അപ്പുറത്ത് ഏട്ടനും വേറൊരു മൂരിക്കുട്ടൻ്റെ വാലുമ്മേ തൂങ്ങി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും നടക്കാൻ തുടങ്ങി. ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ഓടും പശുക്കളുടെ വാലിൽ പിടിച്ചു തൂങ്ങി ഊഞ്ഞാലിലാടുമതുപോൽ ചിരിയും പൊഴിച്ച്. യശോദ പറയുക, രോഹിണി, ഞാൻ വന്നപ്പോഴേ ഈ കൃഷ്ണൻ കറുത്ത വെളുത്ത പശുവിൻ്റെ വാലുമ തൂങ്ങിക്കിടക്കുക. രാമൻ വെളുത്ത പശുവിൻ്റെ വാലുമ തൂങ്ങാൻ പോയപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ഏട്ടാ കറുത്ത പശുവിൻ്റെ വാലുമ തൂങ്ങിയാൽ മതി. ഏട്ടനെ കാണണ്ടേ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃഷ്ണനോ, ഞാൻ കറുത്തതല്ലേ, അതുകൊണ്ടല്ലേ വെളുത്ത പശുവിൻ്റെ വാലുമ തൂങ്ങിയേക്കണത്. രണ്ടുപേരും തമ്മിൽ വലിയ ചർച്ച. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കളികൾ. അങ്ങനെ അകത്ത കളികൾ കഴിഞ്ഞപ്പോൾ കുറേശ്ശെ പുറത്തേക്ക് ഇറങ്ങി പശുക്കുട്ടികളുടെ കയറഴിച്ചിടും. അവർ പോയി പാല് കുടിക്കും. പാല് കുടിച്ച് പാല് ചുരന്നു വന്നു കഴിഞ്ഞാൽ പശുക്കുട്ടിയെ മാറ്റുകയായി. അവനവൻ തന്നെ ആ പാല് കുടിക്കാൻ തുടങ്ങി. യശോദാമ്മ ഒന്ന് ചോദിച്ചു, എന്തിനാ കൃഷ്ണ ഇങ്ങനെ? കൃഷ്ണന് പാല് വേണമെങ്കിൽ നല്ല കാച്ചിയ പാല് ഞാൻ തരില്ലേ. അല്ല, അമ്മയുടെ പാലിനാണോ ഈ ഇമ്പയുടെ പാലിനാണോ സ്വാദ് കൂടുതലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്താണെന്നാ കൃഷ്ണന് തോന്നിയത്? അത് അമ്മയുടെ പാലിന് തന്നെയാണ് ഇമ്പയുടെ പാലിനേക്കാൾ സ്വാദ് കൂടുതൽ. എന്നാൽ ഞാൻ പാല് തരാം, വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ആ സ്നേഹവാത്സല്യങ്ങളോടുകൂടി ആ ഉണ്ണിക്ക് പാല് കൊടുക്കും. പല രൂപത്തിലുണ്ടാകുന്നതാണ്. വത്സാൻ മുഞ്ചൻ ക്വചിത സമയേ ക്രോശ സഞ്ജാതഹാസ സ്തേയം. ഭഗവാൻ ഒരു പുതിയ യോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിങ്ങനെയുള്ള യോഗങ്ങൾക്കൊപ്പം ഗോപികമാരുടെ ഇടയിൽ മറ്റൊരു യോഗം. അതെന്താ? അത് സ്തേയയോഗം, മോഷണമാണ്. കാണുന്ന ആളുകൾക്കൊക്കെ മോഷണം, ഭഗവാൻ പോഷണമാണ് നടത്തുന്നത്. പാലും വെണ്ണയും തൈരും കഴിക്കുക, പാത്രം പൊട്ടിക്കുക, അവിടുന്ന് ഓടിപ്പോവുക. ഇനി ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ചെന്ന് ആ കുട്ടികളെ, തൊട്ടിൽ കിടക്കുന്ന കുട്ടികളുടെ ചന്തിയിൽ ഒരു നുള്ളു കൊടുക്കുക. ദ്രവ്യാലാഭേ സഗൃഹകുപിതോ യാത്യുപക്രോശ്യതോകാൻ. അവർ കരയും. അപ്പോഴേക്കും ഗോപികമാർ ഓടി വരും. ഇവർ കൈയൊട്ടി ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവും. അപ്പോൾ ഒരു ഗോപിക പറയുക, എൻ്റെ ഗൃഹത്തിൽ വന്നിട്ടേ പാലും വെണ്ണയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഉരുട്ടി വെച്ചേർന്നായിരുന്നു, അത് കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് അത്ഭുതമായി. അപ്പോൾ മറ്റൊരു ഗോപി ചോദിച്ചു, അപ്പം നീ കഴിക്കാൻ വേണ്ടിയിട്ടാണോ അവിടെ വെച്ചേർന്നത്? അവർ കഴിച്ചാലും ഒരു രസമല്ലേ, ഈ പാത്രം പൊട്ടിക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പാത്രം പൊട്ടിച്ചാൽ എന്താ, പുതിയ പുതിയ പാത്രം യശോദാമ്മ തരുന്നില്ലേ. എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു കളി? അവർക്ക് അറിയില്ല. നിങ്ങളുടെ മനസ്സാകുന്ന വെണ്ണ എനിക്ക് തരൂ, നിങ്ങളുടെ വപുസ്സാകുന്ന വെണ്ണ ഉപേക്ഷിക്കൂ, ആ പാത്രം ഉപേക്ഷിക്കൂ. വെണ്ണ മാത്രമേ എനിക്ക് വേണ്ടൂ, മനസ്സ് എനിക്ക് വേണ്ടൂ. ഞാൻ മാനസചോരനാണ്, നിങ്ങളുടെ വപുസ് എനിക്ക് വേണ്ട. ദേഹബോധമില്ലാതെയാവണം. ഒരു പൊട്ടിയ മൺപാത്രം കണ്ടാൽ പോലും നിങ്ങൾക്ക് എന്നെ ഓർമ്മ വരണം. ഒരു മയിൽപ്പീലിത്തുണ്ട് കണ്ടാൽ, ഒരു കാട്ടോടത്തണ്ട് കണ്ടാൽ, ഒരു പട്ടുകോണം കണ്ടാൽ നിങ്ങൾക്ക് എന്നെ ഓർമ്മ വരണം. അതിനാണ് ഭഗവാന്റെ ഈ ലീല. അങ്ങനെ അപ്പോൾ വേറൊരു ഗോപിക പറയുക, അങ്ങനെ കഴിച്ചില്ല എന്ന് വിചാരിച്ച് ഞാൻ പാലെടുത്ത് കുടിച്ചു, 2 ഇറുക്ക് അകത്തേക്ക് പോയി. അതിനിപ്പോൾ എന്താ കുഴപ്പം? പാല് കുടിച്ച ഗോരസല്ലേ? ഗോരസം തന്നെയാണ് കഴിച്ചത്, പക്ഷെ പാലല്ല എന്ന് മാത്രം. കറന്നെടുക്കണതല്ല, സ്വാഭാവികമായിട്ട് വരണതാണ് കൃഷ്ണൻ കൊണ്ടുവച്ചേർന്നത്. നല്ല ചൂടുള്ള ഗോമൂത്രം കുറച്ച് കഴിച്ചു. യശോദാമ്മ ചോദിക്കുക, കൃഷ്ണ അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായോ എന്ന് വെച്ചാൽ ഈ ഗോമൂത്രമൊക്കെ കഴിക്കണത് നല്ലതാണെന്നാണ് ഞാൻ കേട്ടേക്കണത് അത്രേ. കൊഞ്ചി കൃഷ്ണൻ്റെ മറുപടി. അപ്പോൾ വേറൊരു ഗോപിക പറയുക, എൻ്റെ ഗൃഹത്തിൽ വന്നിട്ടേ രാമായണ കഥയൊക്കെ പറഞ്ഞ് രാമൻ്റെ കൂട്ടുകാരായിട്ടുള്ള വാനരന്മാരിങ്ങനെ കയറുന്നും പറഞ്ഞ് ഉറിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പാലും വെണ്ണയും തൈരുമൊക്കെ എടുക്കാനായിട്ട് ഗോപന്മാരുടെ മേത്തുക്കൂടെ ഒരു കയറൽ. എന്നിട്ടോ കൃഷ്ണൻ വന്നുവെന്നറിയാൻ വേണ്ടി ഞാനൊരു മണി കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഉറിയിൽ. ഞാൻ നോക്കുമ്പോൾ എന്താ ചെയ്തതെന്നറിയോ? ആ പട്ടുകോണം ഊരി ആ മണിയുടെ നാവുമ്മേ നന്നായിട്ട് ചുറ്റിക്കെട്ടി. പിന്നെ എങ്ങനെ തട്ടിയാലും ശബ്ദം ഉണ്ടാവില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലലല്ല, കുട്ടികൾ മുഴുവൻ ഓടിപ്പോയി. കൃഷ്ണ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഗോപി ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ ഗൃഹമാണെന്ന് വിചാരിച്ച് അറിയാതെ കയറിപ്പോയതാണ്. അവിടെ ഇങ്ങനെ ആ ഉറിമ തൂങ്ങിക്കിടന്ന് അതിങ്ങനെ കെട്ടിപ്പിടിച്ച് തൊഴുതിട്ട് പറയാം. എനിക്ക് ചിരിയൊക്കെ വന്നു, എന്നാലും ഞാൻ ചിരിച്ചില്ല. എന്നിട്ട് എന്തിനാ ഇതിൻ്റെ മുകളിലേക്ക് കയറിയത്? അതോ എൻ്റെ
കാലിക്കോല് കാണാനില്ല. വില്ലുവങ്കൽ സ്വാമിയാർ പറയുന്നത് കാലിക്കോലെന്നല്ല, എൻ്റെ പശുക്കുട്ടിയെ കാണാനില്ല. അത് അന്വേഷിച്ച് വന്നതാണത്രേ. അപ്പോൾ ഈ പശുക്കുട്ടിയും കാലിക്കോലൊക്കെ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. നന്നായില്ലേ? കൃഷ്ണൻ ഇങ്ങോട്ട് വരൂ, ഞാൻ ഇന്ന് അമ്മയുടെ അടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വരുമോയെന്ന് പറഞ്ഞ് പിടിച്ചിറക്കി. എന്നിട്ടോ പിടിച്ചിറക്കിയപ്പോഴേക്കും കള്ളന്മാരുടെ കള്ളൻ, ചോരാഗ്രഗണ്യൻ. സാധാരണ കള്ളന്മാർ ദേഹത്ത് എണ്ണ പുരട്ടും, ഈ കള്ളൻ ദേഹത്ത് വെണ്ണ പുരട്ടും, അത്രയേ ഉള്ളൂ. യശോദാമ്മ പറയുക, ഈ വെണ്ണ പുരട്ടണതും പാലിൽ കുളിക്കണം എന്ന് പറയണതും വാക തേക്കണം എന്നൊക്കെ പറയണത് എന്തിനാണെന്നറിയോ? വെളുക്കാനാണത്രേ. ഏട്ടനെ പോലെ വെളുക്കണം എന്നാണ്. ഒരു ദിവസം പറയുക, ഞാൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ ഏട്ടൻ്റെ പേരേ പറയുള്ളൂ, പിന്നെ ഇങ്ങോട്ടു വായോ ബലരാമ എന്നാൽ എന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ. ഏട്ടൻ ഇപ്പം ചിരിക്കുക, അപ്പം വിറയ്ക്കും, കാണാലോ എന്നാണ് കൃഷ്ണൻ്റെ വാക്കുകൾ. യശോദാമ്മ ഇടയ്ക്ക് ഉണ്ണികൃഷ്ണൻ അവിടെ ഉമ്മറപ്പടിയുടെ അപ്പുറത്തിങ്ങനെ കയറി ഒരു പീഠത്തിലിരുന്ന് അവിടുന്ന് ഇങ്ങനെ കാലാട്ടിക്കൊണ്ടിരിക്കത്രേ. അപ്പോൾ യശോദാമ്മ പറയും, ഇമ്മട്ടു കാലാട്ടരുതോമനെ, നിന്നമ്മാമനായുസ്സു കുറഞ്ഞു പോകും എന്നമ്മ തന്നോടുര ചെയ്ത നേരം എന്തോ നിനച്ചൊന്നു ചിരിച്ചു കൃഷ്ണൻ. ഈ അമ്മാവൻ്റെ മാത്രമല്ല, ഈ ലോകത്തിൽ എല്ലാവരുടെയും ആയുസ് ഞാനാ തീരുമാനിക്കണത് അമ്മേ എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. ഇവിടെ കളികൾ വേണം. അതുകൊണ്ടാണ് അമ്മ ഒരു ദിവസം ഉണ്ണി മണ്ണ് തിന്നു എന്ന് പറഞ്ഞ് കൂട്ടുകാർ പറഞ്ഞപ്പോൾ വായ തുറക്കാൻ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നോക്കി അമ്മയുടെ അടുത്ത്, ഞാൻ മണ്ണ് തിന്നില്ല അമ്മേ, ദാഹം ഭക്ഷിതവാനമ്പ സർവേ മിഥ്യാഭിശംസിന. ഹേ അമ്മേ ഞാൻ മണ്ണ് തിന്നിട്ടില്ല, എല്ലാവരും നുണ പറയുകയാണ്, ഞാൻ മാത്രമാണ് സത്യം. എന്നാൽ അമ്മയ്ക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അമ്മ പറഞ്ഞു, എന്നാൽ വായ തുറക്ക നോക്കട്ടെ. വായ തുറന്നപ്പോഴോ അതിനകത്ത് സകല ചരാചരങ്ങളെയും കണ്ട് അമ്മദാ പേടിച്ചു, കണ്ണുകൾ മുറുക്കി അടച്ചു. ഉണ്ണി ആ ലീല അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ണി ലീലകളാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഉണ്ണിയെ, പലരുടെയും പാത്രം പൊട്ടിക്കുന്ന ആ ഉണ്ണിയെ ഒന്ന് യശോദാമ്മ പിടിച്ചു കെട്ടാൻ മോഹിച്ചു. സത്യത്തിൽ പിടിച്ചു കെട്ടണമെങ്കിൽ എന്ത് വേണം? ദേഷ്യം കൊണ്ടോ ഒന്നുകൊണ്ടും ഭഗവാനെ പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. മറിച്ച് പ്രണയരശനയാ സ്നേഹപാശം കൊണ്ട് മാത്രമേ കെട്ടിയിടാൻ സാധിക്കുള്ളൂ. അതിന് ഒരു കാരണവും ഭഗവാൻ ഉണ്ടാക്കി. അമ്മ തൈര് കടയുമ്പോഴുള്ള പാട്ടും അമ്മയുടെ പൊന്നിൻ ചിലമ്പിൻ്റെ കിലുക്കവും വളകളുടെ പൊട്ടിച്ചിരിയും ഒക്കെ കേട്ട് ഉണ്ണികൃഷ്ണൻ പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ എന്താ വേഷം? പട്ടുകോണം അരയിലുണ്ട് എവിടെ ഒരു സ്ഥലത്ത്. മാലകളൊക്കെ അഴിച്ചു വെച്ചേക്കണു, ഗോപി മാഞ്ഞിരിക്കണു, തലമുടി അഴിഞ്ഞു കിടക്കണു, പീലിയില്ല, കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. അമ്മയുടെ പുറത്തിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നു. കുറച്ചു നേരം അമ്മയുടെ മടിയിലേക്ക് കയറിയിരുന്ന് പാല് കുടിക്കാൻ തുടങ്ങി. അമ്മ തൈര് കലക്കൽ അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ്റെ വായയിൽ പാല് നിറഞ്ഞ് അമ്മയുടെ ചേല നനയുന്ന അവസ്ഥ വരെ എത്തി. പെട്ടെന്ന് ഉണ്ണിയുടെ വായിലെ പാല് കണ്ടപ്പോൾ അടുപ്പത്തിരിക്കുന്ന പാലിനെ കുറിച്ച് ഓർമ്മ വന്നു യശോദാമ്മയ്ക്ക്. വേഗം ഉണ്ണിയെ അവിടെ നിർത്തി പാലെടുക്കാൻ പോയി. പിന്നെ സഞ്ജാത കോപസ്ഫുരിതാരുണാധരം, ദേഷ്യം വന്നു. കൃഷ്ണാവതാരത്തിൽ ദേഷ്യം വളരെ വളരെ കുറവാണ്, എപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. ഇത് ഒരു ലീലയാണ് ഭഗവാന്റെ. അമ്മയെ ഒന്ന് വേണ്ടതുപോലെ അനുഗ്രഹിക്കണം, അതിനുള്ള ലീല. അങ്ങനെ കൊണ്ടുവന്ന അമ്മിക്കുഴ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ഇട്ടു, വെണ്ണ മുഴുവൻ വാരിയെടുത്തു, ഉരൽപ്പുരയിലേക്ക് പോയി. കൂട്ടുകാർക്കും തന്നോടൊപ്പമുള്ള മർക്കാൻ ഭോക്ഷ്യൻ അല്ലേ, ആ കുരങ്ങന്മാരെയും പൂച്ചകളെയും ഒക്കെ ഭഗവാൻ അവിടെ വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യശോദാമ്മ വന്ന് നോക്കുമ്പോൾ പാത്രം പൊട്ടിയിട്ടുണ്ട്. അവിടെ ഉണ്ണിയെ, പ്രധാന കഥാപാത്രത്തെ കാണാനുമില്ല. എന്നാ ഒന്ന് അന്വേഷിക്കാൻ തീർച്ചപ്പെടുത്തി ഇറങ്ങി. തല്ലാനൊരു വടി വേണ്ടേ? വടി കൊണ്ടൊക്കെ തല്ലിയ ഉണ്ണിക്ക് വേദനിക്കില്ലേ? അതുകൊണ്ട് അവിടെ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന മയിൽപ്പീലി കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. മയിലുകളിപ്പോൾ ഇവിടെ വന്നിങ്ങനെ നൃത്തം വെക്കുന്നുണ്ട്. ഉണ്ണിക്ക് മയിൽപ്പീലി വേണമെന്ന് വിചാരിച്ചിട്ടാണോ നിശ്ചയില്ല. വരിക, നൃത്തം വയ്ക്കുക, കുറേ മയിൽപ്പീലി അവിടെ ഇട്ടിട്ട് പോവുക. യശോദാമ്മ അതൊക്കെ എടുത്തു വയ്ക്കും. ഓരോ ദിവസവും ഉണ്ണിക്ക് ഓരോ മയിൽപ്പീലി വേണം. മയിൽപ്പീലി കുത്തിക്കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയി വരുമ്പോൾ അത് അവിടെ ഇട്ടിട്ട് പോരും. അല്ലേ, വലിയ കള്ളന്മാരൊക്കെ അങ്ങനെയാണ്. ഞാൻ വന്നു എന്നറിയാൻ ചില അടയാളങ്ങൾ വെച്ച് പോരും.
ഇതേപോലെ ഭഗവാന്റെ അടയാളമാണ് ഇത്രയും മയിൽപ്പീലി. അപ്പോൾ മയിൽപ്പീലി ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ണി അവിടെ ഒരലും അങ്ങനെ ഇരിക്കണു. യശോദാമ്മ വന്നു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണിക്ക് കുറച്ച് കുറുമ്പ് കൂടിയുണ്ട്, ഉണ്ണിയെ ഞാനിപ്പോൾ കെട്ടിയിടാൻ പോവുക, കുറച്ചു നേരം അനങ്ങാണ്ട് നിൽക്കുക, ഇങ്ങനെ ഓടി നടത്താൻ എങ്ങനെയാണ് ശരിയാവുക? കൃഷ്ണൻ ശരി, അമ്മ കെട്ടുകയാണെങ്കിൽ കെട്ടട്ടെ എന്ന് വിചാരിച്ചു. കണ്ണൊക്കെ നിറച്ച് ചുണ്ടൊക്കെ പെളുത്തി അമ്മ പറഞ്ഞു, അമ്മ തല്ലൂണമൊന്നുമില്ല, വടി ഇതാ കളഞ്ഞു എന്നും പറഞ്ഞ് മയിൽപ്പീലി അങ്ങോട്ട് മാറ്റിയിട്ടു. എന്നാലും നിന്നെ കെട്ടിയിടാണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് ആ ഉരലുമ്മ കെട്ടിയിടാൻ നോക്കി. എത്രയെത്ര കയറുകളുണ്ടെങ്കിലും ആ ഉണ്ണിയെ കെട്ടിയിടാൻ സാധിച്ചില്ല. കയറുകൊണ്ട് കെട്ടിയിടാൻ സാധിക്കില്ല, മറിച്ച് ഉണ്ണിയുടെ കനിവ് കൊണ്ട് മാത്രമേ കെട്ടിയിടാൻ സാധിക്കുള്ളൂ. അതാണ് അവിടെ കാണിച്ചത്. യശോദാമ്മ വിഷമിച്ചു, വല്ലാതെ വിയർത്തു. ആ അമ്മ തകർന്നു പോയി എന്ന് മനസ്സിലായപ്പോൾ ഉണ്ണി ദാ അമ്മയ്ക്ക് പാകത്തിന് കെട്ടിയിടാൻ പാകത്തിന് അങ്ങനെ നിന്ന് കൊടുത്തു. യശോദാമ്മ കെട്ടിയിട്ട് അകത്തേക്ക് പോയി. അകത്തേക്ക് പോയ സമയത്ത് കൂട്ടുകാരൊക്കെ ഓടി വന്നു. കൂട്ടുകാർ പറഞ്ഞു, കൃഷ്ണ, ഞങ്ങളെ എത്ര തവണ പറയണു ഈ പാത്രം പൊട്ടിക്കണ കളി വേണ്ടാന്ന്. ഇന്ന് പാത്രം പൊട്ടിച്ച കളി ഉണ്ടായതുകൊണ്ട് ഇന്ന് വേറൊരു കളിയും നടക്കില്ല. അതെന്താ നിങ്ങളങ്ങനെ പറയണത്? കൃഷ്ണൻ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി കളിക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളുടെ കൂടെ വരുമല്ലോ. ഈ വലിയ ഉരലും വലിച്ചിട്ടോ. അതെ, ഈ കൃഷ്ണൻ യശോദയുടെ കൃഷ്ണനല്ല ഇത് വലിക്കണത്, ഇത് കൃഷ്ണൻ എന്നുള്ള ആനയാണ് അല്ലേ ഏട്ടാ? ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, വേണമെങ്കിൽ ഞാനും കൂടാം. ഏട്ടനായ ശരിയാവില്ല, ഏട്ടൻ ഐരാവതം പോലെ, ഞാനാണ് നാടനാന. തടി വലിക്കുന്ന ആന എന്ന് പറഞ്ഞാൽ നാടനാനകളാണ് തടി വലിക്കുക. ഐരാവതം ഈ ദേവേന്ദ്രൻ്റെ വാഹനമായിട്ട് മാറേണ്ടതല്ലേ, അതുകൊണ്ട് ഏട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി. എന്നാൽ ശരി, പുറത്തേക്ക് ഇറങ്ങുകയല്ലേ ഏട്ടാ, ഈ ഉരലൊന്ന് മറച്ചിട്ട് തന്നോളൂ. മറച്ചിട്ടു. അത് കഴിഞ്ഞപ്പോൾ വലിക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, കൃഷ്ണ എങ്ങടായി പോണത്? ഏട്ടൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഏട്ടൻ അറിയില്ലേ, പുറത്ത് രണ്ടുപേര് കാത്തു നിൽക്കില്ലേ, അവരെ അനുഗ്രഹിക്കാൻ പോണതാണ്. കുബേരൻ്റെ മക്കൾ, നാരദൻ ശപിച്ച് 2 മരങ്ങളായി നിൽക്കുന്നുണ്ട്. ഒക്കെ അങ്ങോട്ടുള്ള നോട്ടത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, അതേ അങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ പോയാൽ മതിയോ എന്നാണ്. അതെന്താ ഏട്ടാന്നാ അടുത്ത ചോദ്യം. ഇങ്ങനെ ഒരു കോണം പോലും ഇല്ലാണ്ട് ഒരാൾ കാണാൻ വരുന്ന സമയത്ത് സ്തുതിക്കാൻ വരികയാണ് 2 പേര്. ആ സമയത്ത് എന്നാൽ ഏട്ടൻ വേഗം ഒന്ന് ഉടുപ്പിച്ച് തന്നോളൂ എന്ന് പറഞ്ഞു. ഏട്ടൻ അരയിലുള്ള ആ കൃഷ്ണൻ്റെ അരയിൽ കിടക്കുന്ന കോണെടുത്ത് നേരാമണ്ണം ഉടുപ്പിച്ചു, മുടിയൊക്കെ കെട്ടിക്കൊടുത്തു. അമ്മ കൊണ്ടുവന്ന പീല് നെറുകയിൽ കുത്തി. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, എന്നാൽ ഇനി ഒരു ഗോപിയും കൂടി വേണം. ഇനിയിപ്പോൾ ഗോപികമാരെയൊക്കെ അന്വേഷിച്ചാൽ അതല്ല ഏട്ടാ, നെറ്റിയിൽ ഗോപി വേണമെന്ന്. ഇനി അതാ പറഞ്ഞത്, ഗോപികമാരെ അന്വേഷിച്ച് ഗോപീചന്ദനം ചോദിച്ചു ചെന്നാൽ അമ്മയുടെ നിന്ന് ചന്ദനം കിട്ടലല്ല ഉണ്ടാവുക, ചന്തിക്ക് നല്ല അടി കിട്ടുക ഉണ്ടാവുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യൂ, ഞാനതേ ആ ഉരലിൻ്റെ കുഴിയിൽ കുറച്ച് വെണ്ണ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൊടിയിച്ചോളൂ. വെണ്ണച്ചാർത്ത് ആദ്യമായിട്ട് തുടങ്ങിയത് ബലരാമേട്ടൻ. വെണ്ണ കൊണ്ട് ഗോപി തൊട്ട് ഉണ്ണികൃഷ്ണൻ പുറത്തേക്ക് കടന്നു. മരുതുവൃക്ഷങ്ങൾ, കുട്ടികൾ പറഞ്ഞു അതിലേടെ പോണ്ട കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ഇതിലേ പോയാൽ എന്താ കുഴപ്പം, ഒരല അതിൽ കൂടെ കടക്കില്ല, നോക്കാലോ എന്ന് പറഞ്ഞ് വൃക്ഷങ്ങൾക്കിടയിലൂടെ കടന്ന് ഒന്നങ്ങനെ വലിച്ചു. വൃക്ഷങ്ങൾ 2 ഭാഗത്തേക്കുമായി മറിഞ്ഞു വീണു. കുട്ടികളൊക്കെ ഓടിപ്പോയി അവിടുന്ന്. അതിൽ നിന്ന് 2 പേര്, 2 സഹോദരന്മാർ വന്ന് 2 സഹോദരന്മാരെ സ്തുതിച്ചു. ബാലദ്വിരത വിക്രമവും, 2 കുട്ടിയാനകളെപ്പോലെ 2 പേരിങ്ങനെ നിൽക്കുന്നുണ്ട്. നളകൂപരനും മണിഗ്രീവനും കാക്കൽ വീണ് നമസ്കരിച്ചു. അവർ പ്രാർത്ഥിച്ചെന്താ, വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന്ന. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളൊക്കെ അവിടുന്നുമായി ബന്ധപ്പെട്ടിട്ട് വേണം. ചെവി കൊണ്ട് കഥ കേൾക്കണം, നാവ് കൊണ്ട് അവിടുത്തെ ഗുണഗണങ്ങൾ പാടണം. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാതീതനായ ഇന്ദിരാവതിയായ അവിടുത്തെ ആ സ്മരണയ്ക്കായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഏതായാലും നന്ദഗോപരും യശോദയും വന്ന് നോക്കിയപ്പോൾ ഉരലിൽ ബന്ധിച്ചു കിടക്കുന്ന ദാമോദരൻ ദാമം കൊണ്ട് അമ്മ പിടിച്ചു തളച്ചു. ഉണ്ണി ആരായി മാറി? ദാമോദരനായി. ഉദരത്തിൽ കയറുള്ള ആ ഉണ്ണി വേഗം ആ കയറഴിച്ചു മാറ്റി നന്ദഗോപുരൻ. എനിക്ക് അച്ഛനെയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ അച്ഛനൊരു ഉമ്മ. അപ്പോഴേക്കും യശോദാമ്മയുടെ മുഖമൊക്കെ താന്നു, കണ്ണിൽ നിന്ന് കണ്ണീര് വരാൻ തുടങ്ങി.
ഞാൻ അച്ഛനെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ, അമ്മയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അമ്മയും എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ അമ്മയുടെ അടുത്തേക്ക്. അങ്ങനെ സന്തോഷം നിറഞ്ഞ ആ നിമിഷങ്ങൾ. ഇതേപോലെ ഭഗവാൻ ഒരു പഴക്കച്ചവടക്കാരിക്കും തൻ്റെ അനുഗ്രഹം കൊടുത്തു. ഒന്നുമില്ലാതെ സുദാമാവിനെ അനുഗ്രഹിച്ചില്ലേ, അതേപോലെ സുദാമാവ് 4 പിടി അവിലാണ് കൊടുത്തതെങ്കിൽ ഒരു പഴം കൊടുക്കാൻ ആ രാമാവതാര കാലത്ത് ശബരി തന്നതുപോലെ ഒരു പഴമാണ് ഈ മുത്തശ്ശി തന്നത്. എങ്കിൽ ഈ മുത്തശ്ശിക്ക് സകല ഐശ്വര്യവും കൊടുക്കാമെന്ന് ഉണ്ണി തീരുമാനിച്ചു. ഇതാ ഇപ്പോൾ വരാട്ടോ, പഴത്തിന് എന്തെങ്കിലും തരണ്ടേ. അകത്തുപോയി പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. ലക്ഷ്മി ഭഗവതിയെ ഉദ്ദേശിച്ചാണ് പറ നിറച്ച് വെച്ചേക്കണത്. ലക്ഷ്മി ഭഗവതി തൻ്റെ തന്നെയാണല്ലോ, അപ്പോൾ തനിക്കെടുക്കാൻ അധികാരമുണ്ട്. വേഗം 2 കൈ കൊണ്ടും വാരി ഇങ്ങോട്ട് കൊണ്ടുവന്നു. വഴിയിൽ മുഴുവൻ നെല്ലിങ്ങനെ തൂവിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഒരു 2 മണി അതിലേക്ക് ഇട്ട് കൊടുത്തു. മതി. ആ പഴക്കച്ചവടക്കാരി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഫലൈരപൂരയദ്രത്നൈ ഫലഭാണ്ഡമപൂരിച്ച. അവിടെ ഫലം കൊടുത്തപ്പോൾ തിരിച്ച് ഭഗവാൻ ഫലം കൊടുത്തു. എന്താ? അവളെ അനുഗ്രഹിച്ചു, അവളെ ധനികയാക്കി മാറ്റി എന്ന് പറയുന്നു. പിന്നെ ഉണ്ണികൃഷ്ണൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ യശോദാമ്മ വിളിക്കും, ഉണ്ണി വരൂ, എത്ര നേരമായി കളിക്കണു, ഇനി ഭക്ഷണം കഴിക്കണ്ടേ, വിശക്കണില്ലേ, ദാഹിക്കണില്ലേ, രാമ വേഗം ആ കൃഷ്ണനെയും കൂട്ടി വരൂ. 2 പേരും കളി അങ്ങോട്ട് തുടങ്ങിയ എല്ലാം മറക്കും. അപ്പോൾ യശോദാമ്മയ്ക്കൊരു സൂത്രമുണ്ട്. ആദ്യം അങ്ങനെയൊക്കെ പറയും, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ സൂത്രം പ്രയോഗിക്കുകയായി. എന്താ? ധൂളി ധൂസരിതാംഗസ്ത്വം പുത്രം മജ്ജനമാവഹ. ഇങ്ങനെ പൊടി പിടിച്ചിരുന്നാൽ മതിയോ? കുളിക്കണ്ടേ, വരൂ. അപ്പോഴും വരില്ല. അപ്പോഴാണ് അടുത്ത പ്രയോഗം, ജന്മർക്ഷം അദ്യഭവതോ. ഇന്ന് ഉണ്ണിയുടെ പിറന്നാളല്ലേ, ദാനമൊക്കെ കൊടുക്കണ്ടേ, സദ്യ ഉണ്ണണ്ടേ, വേഗം വരൂ. അപ്പോൾ കൃഷ്ണൻ ഓടി വരികയായി. അമ്മയ്ക്ക് സന്തോഷം. ആയിക്കോട്ടെ, സത്യത്തിൽ എന്നും എൻ്റെ പിറന്നാളാണ്, അല്ലെങ്കിൽ എനിക്ക് പിറന്നാളേ ഇല്ല. കാരണം എല്ലാ ദിവസവും എന്നിൽ നിന്ന് ഞാനാകുന്ന എത്ര ജീവനാണ് ഉണ്ടാവണത്. ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. വരും. അച്ഛനെ ഇടത്ത് ഭാഗത്തിരുത്തി, അച്ഛൻ്റെ വലത് ഭാഗത്ത് താൻ, തൻ്റെ വലത് ഭാഗത്ത് രാമേട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കും. അതിനുമുമ്പ് കുറേ ദാനങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ണികൃഷ്ണൻ്റെ ലീലകൾ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കണു എന്നാണ്. ഏതായാലും അവർ തീർച്ചപ്പെടുത്തി, നമുക്ക് ഈ സ്ഥലമൊന്ന് മാറണം, ഈ ബൃഹദ്വനം വിട്ട് നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോവുക എന്നവർ തീരുമാനിച്ചു. അതും ഭഗവാന്റെ സങ്കല്പം. വനം വൃന്ദാവനം നാമ പശവ്യം നവകാനനം. ഈ പശുക്കൾക്കൊക്കെ വളരെ വിശേഷമായിട്ടുള്ളതാണ് ഈ വൃന്ദാവനം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. കാളിന്തിയിലെ വെള്ളം, ആ യമുനാജലം, അത് നമുക്ക് ഗുണകരമാണ്. അതേപോലെ ആ ഗോവർദ്ധന പർവ്വതം, അതും അതിൻ്റെ താഴ്വരകളൊക്കെ നിറയെ പുല്ല് നിറഞ്ഞതാണ്. നമുക്ക് അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞ് അവരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുന്നു. വൃന്ദാവന ലീലകൾ അനുസ്മരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു അധ്യായം പാരായണം ചെയ്യാം. അതിനുശേഷം വൃന്ദാവന ലീലകൾ, അതിലെ മധുരമനോഹരമായ ഗോവിന്ദാഭിഷേകം.